കുറച്ച് ലേറ്റായി പോയി. അത് ഹൈവേയിൽ പണി നടക്കുന്നുണ്ടേ, ചുറ്റി തിരിഞ്ഞിട്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ ഇത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വചനം മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് സംസാരിക്കുവാനും കേൾക്കുവാനും റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും സഹായിക്കുവാനാകട്ടെ. നമ്മളിന്നിവിടെ കൂടിയിരിക്കുന്നത് സലഫി ദഅവത്ത്, അതിൽ മസ്ലഹത്ത് മഫ്സദത്ത് എന്നുള്ള വിഷയങ്ങളുടെ അത് പരിഗണിക്കേണ്ടതിൻ്റെ ആവശ്യകതയും പ്രാധാന്യവും അതിനെ സംബന്ധിച്ചൊരു ചെറിയ ചില ഓർമ്മപ്പെടുത്തലുകൾ മാത്രമാണ്. നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനിൽ ഏതൊരു കാര്യം ഹറാമാക്കിയിട്ടുണ്ടോ, അല്ലെങ്കിൽ വാജിബാക്കിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഹലാലാക്കിയിട്ടുണ്ടോ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ എല്ലാ വിധിവിലക്കുകൾക്ക് പിന്നിലും കൃത്യമായ യുക്തിയുണ്ട്, ഹിക്മത്തുണ്ട്. ഹക്കീമായ റബ്ബാണ്. അതുകൊണ്ട് തന്നെ ഹക്കീമായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ഓരോ വിധിവിലക്കുകളും കൃത്യമായ ഹിക്മത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ദീനിലെ ഏതൊരു വിധിവിലക്കുകൾ എടുത്തു നോക്കിയാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം ഹറാമാക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ മുഴുവനും മഫ്സദത്തായിരിക്കും. ഒന്നുകിൽ 100% മസ്ലഹത്തേ ഉണ്ടാവൂല, അല്ലെങ്കിൽ 90%, അല്ലെങ്കിൽ 75%. എന്ന് വെച്ചാൽ ഒരുപാട് മഫ്സദത്തും ചെറിയ അവിടെയോടെയൊക്കെ മസ്ലഹത്തും അങ്ങനെ ഉണ്ടാവും. ശ്രദ്ധിക്കേണ്ടത്, ഈ രണ്ട് തരത്തിലുള്ളതല്ലാത്ത ഹറാമുകൾ ദീനുൽ ഇസ്ലാമിലില്ല. ശ്രദ്ധിക്കണേ, അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനുൽ ഇസ്ലാമിൽ ഒരു കാര്യത്തെ ഹറാമാക്കിയിട്ടുണ്ടെങ്കിൽ രണ്ട് തരാണ്. ഈ രണ്ട് തരം അല്ലാത്ത ഹറാമുകൾ ദീനിലില്ല. ഒന്ന് മഫ്സദത്ത് മാത്രം, അതിൽ മസ്ലഹത്തേ ഇല്ല. ഏതുപോലെ? ശിർക്ക് പോലെ, കുഫർ പോലെ, ഇങ്ങനത്തുള്ള കാര്യം. അതിൽ യാതൊരു മസ്ലഹത്തും ഇല്ല, ഒരു നിലയ്ക്കുമില്ല, ദുനിയാവിലും ആഖിറത്തിലുമില്ല. ആലോചിച്ച് നോക്കിയേ, ദുനിയാവിൽ അവനേക്കാൾ കഴിവ് കെട്ടവനോട്, അവനേക്കാൾ ചെയ്യാൻ ഒന്നും സാധിക്കാത്ത, കഴിവില്ലാത്ത ഒരാളുടെ മുന്നിൽ നിന്ദ്യനായി തലകുനിച്ച് ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ച് അതിലെന്ത് മസ്ലഹത്തുള്ളത്? ദുനിയാവിലൊരു മസ്ലഹത്തുമില്ല. എന്ന് മാത്രമല്ല, അവനങ്ങനെ തലകുനിച്ച് നിൽക്കുന്നത് മുതലെടുക്കാൻ കാത്തു നിൽക്കുന്ന ശൈത്താന്മാർ ഒരുപാട് പേരുണ്ട്. ഇവന്റെ മേലെ കയറാനും ഇവനെ ഉപയോഗിക്കേണ്ട ഇഷ്ടപ്രകാരം അവർക്ക് ഉപയോഗിക്കാനൊക്കെ നിന്നു കൊടുക്കുന്നത് പോലെയാണ് എന്ത് ഇത്തരം ആ കാര്യങ്ങളുടെ മുന്നിൽ തലകുനിക്കുന്നതും ആരാധിക്കുന്നതൊക്കെ. ഒരു മസ്ലഹത്തുമില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് എത്രയൊക്കെ ആർഭാടങ്ങളും സൗകര്യങ്ങളും സമ്പത്തും എന്തൊക്കെ ഉണ്ടെങ്കിലും അവരുടെ മനസ്സിന് ആ ഒരു എന്തിയില്ല, തുമഅനീനത്ത് ഒരിക്കലും കിട്ടൂല. അതുകൊണ്ടല്ലേ പല ഒരുപാട് പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുന്ന പല ആളുകളും, എല്ലാ സുഖസൗകര്യങ്ങളും ജീവിക്കുന്ന ആളുകൾ, അവർക്ക് ഈമാനും തൗഹീദും മനസ്സിലാക്കാത്തതുകൊണ്ട് അവരെന്ത് ചെയ്യണം? ജീവിതം മടുത്തിട്ട് ആത്മഹത്യയൊക്കെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് ഈ ജീവിതത്തിൽ ഈ തുമഅനീനത്ത് ഒന്നുകൊണ്ട് കിട്ടൂല. എത്ര വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിച്ചാലും, എത്ര എന്താ പറയാ സോഫ്റ്റ്നെസ് ഉള്ള കട്ടിലുകൾ കിടന്നുറങ്ങിയാലും ഒന്നും കിട്ടൂല. അത് തൗഹീദ് കൊണ്ട് ഈമാനം കൊണ്ട് മാത്രമേ കിട്ടുള്ളൂ. എന്ന് വെച്ചാൽ ഒരു മസ്ലഹത്തും ഇല്ല. ആഖിറത്തിൽ നമുക്ക് എന്തായാലും പറയാം, നരകത്ത് പോകേണ്ട കാര്യം. ദുനിയാവിലും ഒരു മസ്ലഹത്തും ഇല്ല, ദുനിയാവിലും യാതൊരു മസ്ലഹത്തും ഇല്ല. ഉദാഹരണമായിട്ട് പറയുന്ന, അപ്പോൾ ഒന്നാമത്തെ ഇനം എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഇനമാണ്. അള്ളാഹു ഹറാമാക്കിയ എല്ലാ കാര്യങ്ങളും പൂർണ്ണമായിട്ട് ഒരു മസ്ലഹത്തും ഇല്ല, പൂർണ്ണമായിട്ട് മഫ്സദത്ത് മാത്രം. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ദീനിലുണ്ടാവുക, അള്ളാഹു ഹറാമാക്കിയ കാര്യം. രണ്ടാമത്തെ ഇനം എന്ന് പറയുന്നത്, ശ്രദ്ധിക്കണേ, ഇതാണ് അധികം ആളുകളും തെറ്റിദ്ധരിക്കപ്പെട്ടു പോകുന്ന വിഷയം. അധികം ആളുകൾക്കും മുസ്ലിമീങ്ങൾ തന്നെ പല ആളുകളും എന്താ പറയാ ശരിക്കും മനസ്സിലാകാതെ പോകുന്ന വിഷയം എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഇനാണ്. അതായത് ആ കാര്യത്തിൽ എവിടേക്കോ എന്തൊക്കെയോ മസ്ലഹത്തുകൾ ഉണ്ടാവും, പക്ഷെ ആ മസ്ലഹത്തുകളുടെ എത്രയോ ഇരട്ടി, ചിലപ്പോൾ ഒരു 10% മസ്ലഹത്ത് ഉണ്ടാവുള്ളൂ, ബാക്കി 90% മഫ്സദത്തായിരിക്കും. 90% എന്നുവെച്ചാൽ അതിലൂടെ ഉണ്ടാവുന്ന മസ്ലഹത്തിന്റെ എത്രയോ ഇരട്ടി, 10 മടങ്ങ് അല്ലെങ്കിൽ 100 കണക്കിന് ഇരട്ടി മഫ്സദത്തായിരിക്കും ഉണ്ടാവുക. അങ്ങനെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഉദാഹരണമായിട്ട് അല്ലാഹു സുബ്ഹാനഹു ഖുർആനിൽ തന്നെ പറയുന്നത്, വയസ്സലൂനക അനിൽ ഖംറി വൽ മൈസിർ ഖുൽ ഫീഹിമാ ഇസ്മുൻ കബീറുൻ വമനാഫിഉ ലിന്നാസ്.
നബിയെ, അവർ നിന്നോട് ഹംറിനെ പറ്റിയും മൈസറിനെ പറ്റിയും മദ്യത്തെ പറ്റിയും എന്നുവെച്ചാൽ ലഹരി പദാർത്ഥങ്ങളെ പറ്റിയും ചൂതാട്ടത്തെ പറ്റിയും, ചൂതാട്ടം എന്ന് പറയുമ്പോൾ ലോട്ടറിയും അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ അതിൽ പെടും, അതിനെ പറ്റിയും നിന്നോട് ചോദിക്കുകയാണ്. ദീനിൽ അതിന്റെ വിധി എന്താണ്? കുൽ, നീ പറഞ്ഞു കൊടുക്കുക. ഫീഹിമ ഇസ്മുൻ കബീറുൻ, അതിൽ ഒരുപാട് തിന്മയുണ്ട് രണ്ടിലും, ലഹരിയിലും ചൂതാട്ടത്തിലും. പിന്നെ പറഞ്ഞതോ വമനാഫിഉ ലിന്നാസ്, അതിൽ ചില ഉപകാരങ്ങളുണ്ട്. ശ്രദ്ധിക്കണേ, അള്ളാഹു ഹറാമാക്കിയൊരു കാര്യത്തെ പറ്റി ഖുർആനിൽ പറയുമ്പോൾ അതിൽ എന്തുണ്ട് എന്ന് പറയുന്നത് ചില ഉപകാരങ്ങളുണ്ട് എന്നുവെച്ചാൽ അതിൽ ഒരു മസ്ലഹത്തും ഇല്ല എന്നല്ല. ശ്രദ്ധിക്കണേ, അതിൽ ഒരു മസ്ലഹത്തും ഇല്ല എന്നത് കൊണ്ടല്ല അത് ഹറാമാക്കിയത്, മറിച്ച് ആ കാര്യത്തിലെ മസ്ലഹത്തിനേക്കാൾ എത്രയോ മടങ്ങെന്താ മഫ്സദത്താണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്ത് അള്ളാഹു സുബ്ഹാനഹു വതആല അതിനെ ഹറാമാക്കിയത്. പക്ഷെ നമ്മൾ ഈ മസ്ലഹത്ത് ഉദ്ദേശിച്ച് അത് ചെയ്യുമ്പോൾ അവിടെ അതുകൊണ്ടുണ്ടാവുന്ന വലിയൊരു മഫ്സദത്ത് പുറത്തുന്നുണ്ട്, അതുകൊണ്ടുണ്ടാകും എന്നുള്ളത് കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അതിനെ ഹറാമാക്കിയത്. ഉദാഹരണത്തിന് മദ്യത്തിന്റെ, ലഹരിന്റെ വിഷയം തന്നെ എടുക്കാം. മദ്യം പല സ്ഥലങ്ങളിലും, ഇപ്പോൾ കൊടും തണുപ്പുള്ള പല സ്ഥലങ്ങളിലും ശരീരത്തിന്റെ ബോഡി ടെമ്പറേച്ചർ നിലനിർത്താനെന്നും അതുപോലെ തന്നെ ചില ചികിത്സകളിലും ഇങ്ങനെയുള്ള പല സാഹചര്യങ്ങളിലും മദ്യം പറ്റാതെ അത് ഒഴിവാക്കാൻ കഴിയില്ല എന്ന് പല ആളുകൾ വാദിക്കുന്നുണ്ട്. അത് ശരിയാണെങ്കിൽ തന്നെയും ആ കാരണം പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ കഴിയില്ല, മദ്യം ഹലാലാവൂല. ആ കാരണം കൊണ്ട് എന്ത് ചെയ്യില്ല, മദ്യം ഹലാലാവൂല. നമ്മളിപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പക്ഷെ നമ്മളിപ്പോൾ ഉദാഹരണത്തിന് നമുക്കൊരു കാര്യം ദീനിൽ അല്ലാഹു ഹറാമാക്കി എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ എന്തെങ്കിലും നന്മ കാണുന്നുണ്ടെന്ന് വിചാരിക്കുക ആ ഹറാമ് ചെയ്യുന്നതിൽ. അപ്പൊ ശ്രദ്ധിക്കുക, നമ്മൾക്ക് കാണുന്ന, നമ്മുടെ മുന്നിൽ തെളിയുന്ന മസ്ലഹത്തുണ്ടല്ലോ, അത് ഒരു എന്താ പറയാ, കടലിന്റെ മുകളിൽ പൊങ്ങിക്കിടക്കുന്ന മഞ്ഞുമല്ല പോലെയാണെന്ന് വിചാരിച്ചാൽ മതി. കടലിന്റെ മുകളിൽ പൊങ്ങിക്കിടക്കുന്ന മഞ്ഞുമല്ല, കടലിന്റെ മുകളിലുള്ള ഭാഗം ചെറിയൊരു തുമ്പായിരിക്കും, നമ്മൾ ആണിന്റെ അറ്റം പോലെ ഉണ്ടാവുള്ളൂ, ബാക്കി വലിയൊരു ഭാഗം താഴേക്ക് ഉണ്ടാവും. നമ്മൾ കാണാത്ത മഫ്സദത്ത് അതിന്റെ പുറകിൽ വലിയൊരു ഭാഗം ഉണ്ടാവും. പലിശ ഉദാഹരണത്തിന്, പലിശ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് പൈസ, നമുക്ക് എന്തെങ്കിലും അത്യാവശ്യങ്ങൾ, വീടിന്റെ പണി നടത്താം, കാറിന്റെ പണി നടത്താം, ഇങ്ങനെയുള്ള അത്യാവശ്യങ്ങൾക്ക് പെട്ടെന്ന് ആരെങ്കിലും പൈസ ചോദിച്ചാൽ, കടം ചോദിച്ചാൽ തരൂല, വലിയൊരു തുക. പെട്ടെന്ന് പൈസ കിട്ടാനുള്ളൊരു മാർഗ്ഗമാണ്. ഒരുപാട് മസ്ലഹത്തുണ്ട്, വീട് നന്നാക്കാം, കാറ് നന്നാക്കാം, മക്കളുടെ വിദ്യാഭ്യാസം, ഇങ്ങനെയൊക്കെ ഒരുപാട് ചെലവുകൾ നടക്കും. ഇങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഇതൊക്കെ മസ്ലഹത്തല്ലേ. വളരെ പ്രയാസമുള്ള ബുദ്ധിമുട്ടുള്ള അവസ്ഥയിൽ നിന്ന്, നല്ല ചോർന്നൊലിക്കുന്ന വീട്ടിൽ നിന്ന് കുറച്ചുകൂടി നല്ലൊരു അവസ്ഥയിലേക്ക്, നല്ലൊരു വീട്ടിലേക്ക് മാറാം, കോൺക്രീറ്റ് ഇട്ട വീട്ടിലേക്ക് മാറാം. ഇങ്ങനെയൊക്കെ പലതും കരുതി മസ്ലഹത്ത് കണ്ടിട്ടാണ് ആളുകൾ എന്ത് ചെയ്യുന്നത്, അതിൽ പോയി വീഴുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അള്ളാഹു ഹറാമാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പിച്ചോ അതിന്റെ പുറകിൽ അതിനേക്കാൾ 10 ഇരട്ടി 100 ഇരട്ടി മഫ്സദത്ത് വരും, ഉറപ്പാണ്. അത് പലിശ വാങ്ങിച്ച കുടുങ്ങിപ്പോയ ആളുകളുടെ ജീവിതം നോക്കിയാൽ മനസ്സിലാവും. നമുക്ക് പലരെയും പരിചയം ഉണ്ടാവും. പണ്ടെങ്ങോ വാങ്ങിച്ച പലിശയ്ക്ക് കൂട്ടുപലിശയും ഇരട്ടിപ്പലിശയും അങ്ങനെയായിട്ട് വാങ്ങിച്ചതിന്റെ എത്രയോ ഇരട്ടി കൊടുത്ത് ഇപ്പോഴും അതിന്റെ കണക്കുകൾ തീരാത്ത 20-30 വർഷമായിട്ട് തീരാത്ത എത്ര ആളുകളുണ്ട്. അവർക്ക് ജീവിതത്തിൽ എത്ര നല്ല അവസ്ഥയിൽ അവർ കിടന്നുറങ്ങും, നല്ല വീടുകളാണ്, നല്ല സൗകര്യങ്ങളാണ്, പക്ഷെ അവർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, സമാധാനം കിട്ടുന്നില്ല. ഇതിന്റെ കണക്കുകൾ തന്നെയാണ്. ഇതൊഴിഞ്ഞിട്ടൊരു നേരം അവർക്ക് കിട്ടുന്നേ ഇല്ല. ഞാൻ പറഞ്ഞു വന്നത്, ദീനിൽ ഈ കാര്യം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. മസ്ലഹത്തും മഫ്സദത്തും ഇത് വളരെയധികം പ്രധാനപ്പെട്ട കാര്യം. ഇത് പരിഗണിച്ചിട്ടാണ് ദീനിലെ ഓരോ വിധിവിലക്കുകളുള്ളത്. ഈ ദീനിലെ ഓരോ വിധിവിലക്കുകളും അബ്ദുറഹ്മാൻ സഅദി റഹിമഹുല്ലാഹ് പറയുന്ന പോലെ, ഫദ്ദീനു മബ്നിയുൻ അലൽ മസാലിഹി ഫീ ജൽബിഹാ വദ്ദറഇ ലിൽ മഫാസിദി. ദീനിന്റെ മുഴുവൻ വിധിവിലക്കുകളും ഇതിനടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ, ആമുഖമായി പറയാൻ ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ, നമ്മൾ ദീനിന്റെ വിധിവിലക്കുകൾ പാലിക്കുന്നതിലൂടെയാണ് നമുക്ക് മസ്ലഹത്ത്, നമുക്ക് നന്മകൾ കൈവരിക. ശ്രദ്ധിക്കണം, നമ്മൾ ദീനിന്റെ വിധിവിലക്കുകളുടെ എതിരാകുന്നതിനനുസരിച്ച് നമ്മൾക്ക് നന്മകൾ കൈവരും നമ്മൾ വിചാരിക്കുന്ന, ഏതെങ്കിലും ഒരു ഹറാമ് ചെയ്തിട്ട് നമുക്കൊരു നന്മ കിട്ടും നമ്മൾ പ്രതീക്ഷിച്ചു കഴിഞ്ഞാൽ അത് റബ്ബിന് ഹിക്മത്തില്ല എന്ന് നമ്മൾ പറയുന്നത് പോലെയാണ്. ശ്രദ്ധിക്കണേ, ഏതെങ്കിലും ഒരു ഹറാമ് നമ്മൾ ചെയ്തിട്ട് നമുക്കൊരു നന്മ കൈവരും നമ്മൾ കരുതുന്നുണ്ടെങ്കിൽ ആ ഹറാമ് ചെയ്യുന്നതിലൂടെ അത് അള്ളാഹുവിന് ഹിക്മത്തില്ല, അള്ളാഹുവിന് അറിവില്ല നമ്മൾ പറയുന്നത് പോലെ.
കാരണം റബ്ബ് എന്തിനാ ഇത് നിയമമാക്കിയത്? റബ്ബിന്റെ എന്തെങ്കിലും നന്മയ്ക്ക് വേണ്ടിയിട്ടാണോ? നമ്മൾ ചിന്തിക്കണം. നമ്മളെല്ലാവരും അള്ളാഹ്നനുസരിച്ച് ജീവിച്ചാൽ ഒരാളും ഒരു ഹറാമും ചെയ്യുന്നില്ല. ഭൂമിയിലെ എല്ലാ ആളുകളും, ഒരു ജിന്നും ഒരു മനുഷ്യരും ഒരു ഹറാം ഒരാളും ചെയ്യുന്നില്ല. അങ്ങനെ ആയാൽ പോലും അള്ളാഹു സുബ്ഹാനഹു അതുകൊണ്ട് പ്രത്യേകിച്ചൊരു നേട്ടം കൂടാനൊന്നുമില്ല. അള്ളാഹുവിന്റെ അല്ലെങ്കിൽ മഹത്വം, അവന്റെ അധികാരം എന്നുള്ളത് എപ്പോഴും മുഴുവൻ തന്നെ, ഇതിന് കൂടാനും കുറയാനൊന്നുമില്ല. നമ്മൾ കുറെ ആളുകൾ നന്നായി കഴിഞ്ഞാൽ അതുകൊണ്ട് റബ്ബിന് എന്തെങ്കിലും ഒരു നേട്ടം കൂടാനൊന്നുമില്ല. അതുപോലെ തന്നെ നമ്മളെല്ലാവരും തോന്നിയാസികളായാലും ഏറ്റവും വൃത്തികെട്ട കോലത്തിലേക്കായാലും അതുകൊണ്ട് അള്ളാഹുവിന്റെ അധികാരത്തിലൊന്നും കുറവ് വരാനുമില്ല. പക്ഷെ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ദീന് എന്നുള്ള ബോധ്യം നമുക്ക് വേണം. അള്ളാഹു ഒരു കാര്യം നിയമമാക്കിയിട്ടുണ്ടെങ്കിൽ, വാജിബാക്കിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വേണ്ടിയിട്ടാണ്. ആ ഒരു ബോധം നമുക്ക് റബ്ബിനെ സംബന്ധിച്ച് വേണ്ടതുണ്ട്. പല ആളുകളും ചിന്തിക്കുന്നത് എന്ന് തന്നെ ചെയ്യണം, എന്നും 5 നേരം നിസ്കരിക്കണം, ഇതൊക്കെ ഇത്ര പ്രയാസമുള്ള കാര്യമാണ്, എന്തിനാ റബ്ബ് നമ്മളങ്ങനെ കഷ്ടപ്പെടുത്തുന്ന പല ആളുകളും ചിന്തിക്കാറുണ്ട്. മണ്ടത്തരാണ്. റബ്ബിനെ സംബന്ധിച്ച് അറിയാനിട്ടാണ്. സൃഷ്ടികളിൽ നമ്മൾ കാണുന്ന റഹ്മത്തുകളൊക്കെ ഉണ്ടല്ലോ, ഉമ്മമാര് മക്കളോട് കാണിക്കുന്ന റഹ്മത്ത്, തള്ളക്കോഴി കുട്ടികളോട് കാണിക്കുന്ന റഹ്മത്ത്, ഈ റഹ്മത്തുകളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ മുഅ്മിനുകൾക്ക് നിശ്ചയിച്ച റഹ്മത്തിന്റെ 1% വരുള്ളൂ ഈ ദുനിയാവിൽ മൊത്തം ചേർത്താൽ. ഒന്ന് ചേർത്ത് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്ക്, സങ്കല്പിച്ച് നോക്ക്. ഈ ദുനിയാവിലുള്ള റഹ്മത്തുകളൊക്കെ നമ്മൾ ആളുകൾ പരസ്പരം കാണിക്കുന്നതും, മാതാപിതാക്കൾ മക്കളോട് കാണിക്കുന്നതും, ബന്ധുമിത്രാദികൾ കാണിക്കുന്നതും, ജന്തുജീവികൾ കാണിക്കുന്നതും, ഇവയൊക്കെ കാണിക്കുന്ന റഹ്മത്ത് ഒന്ന് ചേർത്ത് വെച്ചാൽ ഈ ദുനിയാവിനേക്കാളുണ്ടാവും. ആ ഒരു റഹ്മത്ത് എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ റഹ്മത്തിന്റെ, അവൻ സൃഷ്ടികളോട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന റഹ്മത്തിന്റെ 100-1 പോലും വരില്ല. ആഖിറത്തിൽ അവൻ സൃഷ്ടികൾക്ക് മുഅ്മിനീങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. ഇത്രയും റഹ്മത്തുള്ള റബ്ബിനെ നമ്മളെ പ്രയാസപ്പെടുത്തിയിട്ട് എന്താണ്? അങ്ങനെ പ്രയാസപ്പെടുത്തി നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് വലിയൊരു അബദ്ധമാണ്. ഒരിക്കലും അങ്ങനെ റബ്ബ് നമ്മളെ പ്രയാസപ്പെടുത്താനല്ല ഈ വിധിവിലക്ക് നിശ്ചയിച്ചത്. അപ്പോൾ ചുരുക്കത്തിൽ നമ്മുടെ നന്മയ്ക്കാണ് എന്ത് പറയാ, മസ്ലഹത്ത് എന്ന് പറയാം. നമ്മുടെ ഗുണം അല്ലെ, ഗുണം എന്ന് പറയാറുണ്ട്, ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ. നമ്മുടെ ബെനിഫിറ്റിന്, നമ്മുടെ ഗുണങ്ങൾക്ക്, നമ്മുടെ മസ്ലഹത്തിന് വേണ്ടിയിട്ടാണ് എന്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോ കാര്യങ്ങൾ നിയമമാക്കിയിട്ടുള്ളത്. അല്ലാണ്ട് റബ്ബിന്റെ ഗുണത്തിന് വേണ്ടിയിട്ടല്ല. ആ ഒരു അടിസ്ഥാന ബോധ്യം നമുക്ക് വേണ്ടതുണ്ട്. ഓരോ കാര്യം നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു കാര്യം റബ്ബ് നിർബന്ധമാക്കിയിട്ടുണ്ടെന്ന് വിചാരിക്കുക. അത് നമ്മൾക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്ത കാര്യം, നമുക്കതില്ലാതെ നമുക്ക് കഴിയൂല. അങ്ങനത്തെ ഒരു കാര്യം ഏതുകൊണ്ട് റബ്ബ് നമുക്ക് നിർബന്ധമാക്കുന്നത് റബ്ബിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല. നമ്മൾ ആലോചിക്കും. ഉദാഹരണം തൗഹീദിന്റെ വിഷയം മാത്രം എടുക്കാം. നമ്മൾക്ക് തൗഹീദ് അള്ളാഹു സുബ്ഹാനഹു നിർബന്ധമാക്കിയത് ഒരിക്കലും എന്തല്ല, പ്രയാസമാകാനല്ല, നമുക്ക് ബുദ്ധിമുട്ടാകാൻ, മറിച്ച് എല്ലാ പ്രയാസങ്ങളൊന്നും എളുപ്പമാകാനാണ്. എല്ലാ പ്രയാസങ്ങളൊന്നും എളുപ്പം എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, തൗഹീദ് ഇല്ലാത്ത ആളുകളുടെ അവസ്ഥ. അവൻ രോഗം വന്നാൽ തേടുന്നതും അന്വേഷിക്കുന്നതും ഒരു ശക്തിയോടാണ്. പിന്നെ അവന് പട്ടിണി വന്നാൽ വേറൊരാളാണ് തേടുന്നത്. അവന് വച്ചെന്തെങ്കിലും പ്രയാസം, വിവാഹത്തിന്റെ പ്രയാസം വന്നാൽ വേറൊരാളോടാണ്. എന്നുവെച്ചാൽ എന്തെങ്കിലും ജീവിതത്തിൽ ബുദ്ധിമുട്ട് വന്നാൽ എങ്ങോട്ട് തിരിയണമെന്നറിയാതെ ആകെ നെട്ടോട്ട് ഓടുന്നൊരവസ്ഥയാണ്. ഒരു തൗഹീദുള്ള മുവഹീദിനെ സംബന്ധിച്ചിടത്തോളം എന്ത് പ്രയാസം വന്നാലും, ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, അവനെല്ലാം പറയാനും എന്തും തരാനും തയ്യാറ് നിൽക്കുന്ന റബ്ബുള്ളിടത്തോളം അവനൊരു പ്രശ്നവും വരുന്നില്ല. ഹൃദയത്തിൽ കൽബിൽ യാതൊരു ബുദ്ധിമുട്ടും വരുന്നില്ല. ആ ഒരു സമാധാനം എന്നുള്ളത് അത് നിങ്ങൾക്ക് ഷിർക്കുള്ള ആളോട് സംസാരിച്ച് മനസ്സിലാവും. അത് നിങ്ങൾക്ക് എന്താ പറയാ, ഷിർക്കിൽ നിന്നും കടന്നു വന്ന, ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളോട് സംസാരിച്ച് മനസ്സിലാവും. അതൊരു വല്ലാത്തൊരു പ്രയാസം തന്നെയാണ്. അതൊന്നുകൊണ്ട് മാറൂല. അപ്പൊ ഇങ്ങനെ റബ്ബ് സുബ്ഹാനഹു നമുക്ക് എന്തൊക്കെ കാര്യം നമുക്ക് നിശ്ചയിച്ചപ്പോൾ 5 നേരത്തെ നിസ്കാരം, സുബ്ഹിക്ക് എഴുന്നേക്കണം, ഇന്ന് സുബ്ഹിക്ക് എഴുന്നേക്കണം, ഏതെങ്കിലും ദിവസം ഒഴിവാക്കാൻ പറ്റുമോ? ഇല്ല. നമ്മൾ ആലോചിച്ച് നോക്കി, ഈ 5 നേരത്തെ നിസ്കാരം, ഈ നിസ്കാരം റബ്ബ് സുബ്ഹാനഹു നമുക്ക് നിയമമാക്കിയത് നമ്മുടെ ഈ കാര്യങ്ങളുമായിട്ട് ഇത് കൃത്യമായ നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തും. നമ്മൾ അറിയുന്നില്ല.
നിസ്കരിക്കാത്ത ഒരാളുടെ ജീവിതവും 5 നേരം കൃത്യമായി നിസ്കരിക്കുന്ന ഒരാളുടെ ജീവിതം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വ്യവസ്ഥ സിസ്റ്റമാറ്റിക് ആയിരിക്കും അവന്റെ ജീവിതം, കൃത്യമായിരിക്കും. എന്നുവെച്ചാൽ ഓരോ സമയത്ത് ഇന്ന കാര്യം, ഇന്ന സമയത്ത് ഇന്ന കാര്യം, കൃത്യമായിട്ടൊരു ജീവിതം, ചിട്ടയായൊരു ജീവിതമായിരിക്കും അവൻ്റേത്. അതുകൊണ്ടെന്താ, കച്ചവടത്തിലാണെങ്കിൽ കച്ചവടത്തിൽ ലാഭം വരും. കാരണം എല്ലാം ചിട്ടയായ കാര്യങ്ങളാണ്. അവന്റെ മറ്റു ജോലിയാണെങ്കിൽ കൃത്യമായ രൂപത്തിൽ അവന് ചെയ്യാൻ സാധിക്കും. എല്ലാ കാര്യവും കൃത്യമായിരിക്കും, നല്ല രൂപത്തിൽ മുന്നോട്ട്. ഈ ദുനിയാവിന്റെ കാര്യം പോലും നല്ല രൂപത്തിലാവും, എല്ലാം കൃത്യമായി തീരും. ഇത് നിസ്കരിക്കാത്തവനാണെങ്കിലോ അവന് എഴുന്നേക്കുന്ന എപ്പോഴെങ്കിലും തോന്നുമ്പോഴായിരിക്കും. ഇതാണ് എന്തായാലും എഴുന്നേക്കും, വേറെ നിവൃത്തിയില്ല, അള്ളാഹുവിന്റെ കൽപ്പനയാണ്, അവൻ എഴുന്നേൽക്കുന്നു. അതുപോട്ടെ റമദാനിലെ നോമ്പ്, ഒന്നും കഴിക്കാതിരിക്കുന്ന നോമ്പ്, ഒരു മാസം ഒന്നും കഴിക്കാൻ പാടില്ല, ഭക്ഷണം കഴിക്കാൻ പാടില്ല, വെള്ളം കുടിക്കാൻ പാടില്ല, മഗ്‌രിബ് ബാങ്ക് കൊടുക്കും, സുബഹി ബാങ്ക് കൊടുക്കും, മഗ്‌രിബ്. എന്തിതിന് പിന്നിൽ എന്ത് മസ്ലഹത്താണുള്ളത്? എന്ത് മസ്ലഹത്താണുള്ളത്? അതിന്റെ പിന്നിലുള്ള ദുനിയാവായിട്ടുള്ള മസ്ലഹത്തിന് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം പറഞ്ഞുതരാം. ഇപ്പൊ ഈ അടുത്ത് കുറച്ചു കാലം മുമ്പ്, 2-3 വർഷം എന്തോ ആയിട്ടുള്ളൂ, ഈ ഒരുപാട് ഏതൊക്കെയോ യൂണിവേഴ്സിറ്റികളിൽ ഈ മെഡിക്കൽ റിസർച്ച് നടന്നിരുന്നു നോമ്പിനെ സംബന്ധിച്ച്. അവർ പറയുന്നത് വർഷത്തിൽ ഒരു മാസം ഈ ദീൻ പഠിപ്പിച്ചെന്ന രൂപത്തിൽ നോമ്പ് അനുഷ്ഠിക്കും. മുസ്ലിമീങ്ങളുടെ റിസർച്ച് അല്ല കേട്ടോ, ഞാൻ പൊതുവേ ഉള്ള റിസർച്ചാണ് പറയും. അവരാ മെഡിക്കൽ റിസർച്ചിൽ പറയുന്നത് ഈ രൂപത്തിൽ റമദാനിൽ നോമ്പെടുക്കുന്ന, ദീൻ പഠിപ്പിച്ചെന്ന രൂപത്തിൽ നോമ്പ് അനുഷ്ഠിക്കുന്ന ഒരാൾക്ക് അയാളുടെ ജീവിതത്തിൽ ക്യാൻസർ എന്ന് പറയുന്ന രോഗം വരുന്നില്ല, അടുത്തുകൂടെ പോകില്ല. എന്തൊക്കെ ക്യാൻസർ ഉണ്ടെന്ന്, എത്ര തരം ക്യാൻസറുകളുണ്ട്, അത് വരൂല. അത് നിങ്ങൾ ക്യാൻസർ സെന്ററുകളിൽ പോയി ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. RCCയോ അങ്ങനെയുള്ള പല ക്യാൻസർ അവിടെ പോയി ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ വരുന്ന രോഗികളിൽ ഏറ്റവും കുറവ് കാണാൻ സാധിക്കുക, അവർ പറയും നിസ്കാരത്തരമുള്ള ആളുകളെ ഏറ്റവും കുറവ് അപൂർവം കാണാൻ സാധിക്കുള്ളൂ അവർ പറയും. മുസ്ലിമീങ്ങളായതുകൊണ്ടൊന്നല്ല. അപ്പൊ പറയുന്നത് നമ്മൾ ഉറച്ചു വിശ്വസിക്കേണ്ട, നമ്മുടെ മനസ്സിൽ ഉറച്ച ബോധ്യം വേണ്ട കാര്യമാണ് എന്ത്, റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളോട് ഏറ്റവും റഹ്മത്തുള്ളവനാണ്. നമ്മൾക്ക് പ്രയാസപ്പെടുത്താൻ റബ്ബ് ഒരു കാര്യവും നിശ്ചയിക്കൂല. ആ ഒരു ബോധ്യം നമുക്ക് വേണം. നമ്മുടെ ഉപ്പാനേക്കാളും ഉമ്മാനേക്കാളും നമ്മുടെ റഹ്മത്തുള്ളതാണ് അല്ലെ. നമ്മുടെ ഉമ്മമാര് പലപ്പോഴും വിളിക്കാതിരിക്കാൻ മടിക്കുന്നെന്തുകൊണ്ട്, നമുക്ക് പ്രയാസമാവണ്ടല്ലോ വിചാരിച്ചിട്ടാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ നിസ്കരിക്കാൻ റബ്ബ് നിർബന്ധിച്ചത് അതിനേക്കാൾ വലിയൊരു പ്രയാസം നമ്മൾ രക്ഷപ്പെടുത്താനാണ്. ചുരുക്കത്തിൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ആ ഒരു അടിസ്ഥാനം, റബ്ബ് സുബ്ഹാനഹു വ തആല ദീനിൽ എന്തൊരു കാര്യം നിശ്ചയിച്ചതും അതിന്റെ ഗുണങ്ങൾ അതിലുള്ളത് കൊണ്ടാണ്. നമ്മൾക്കതിന്റെ നാശങ്ങൾ നമ്മൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹുവിന്റെ എന്തെങ്കിലും ഗുണത്തിന്, റബ്ബിന്റെ എന്തെങ്കിലും നന്മയ്ക്ക് വേണ്ടിയിട്ടല്ല റബ്ബ് സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തത്, നമ്മൾക്ക് ദീനിലെ വിധിവിലൊക്കെ നിശ്ചയിച്ച്, മറിച്ച് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് അള്ളാഹു പറയും, ഇന്ന അഹ്സൻതും ലി അൻഫുസിക്കും, നിങ്ങൾ നന്നായ നിങ്ങൾക്ക് നല്ലത്, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾ നന്നായി നിങ്ങൾക്ക് വേണ്ടിയിട്ടാണത്. വൈൻ അസഅ്തും ഫലഹ, നിങ്ങൾ മോശമായി കഴിഞ്ഞാലും അതിന്റെ ഉപദ്രവം, അതിന്റെ കേടും നിങ്ങൾക്ക് തന്നെ, റബ്ബിനൊന്നും ബാധിക്കാനില്ല. ഈ ഒരു ഉറച്ച ബോധ്യം നമുക്ക് ദീനിന്റെ ഓരോ വിധിവിലക്കുകളോടും വേണം. അത് ദീനിന്റെ വിധിവിലക്കുകൾ മാത്രം, റബ്ബിന്റെ ഓരോ തീരുമാനവും അങ്ങനത്തെ. റബ്ബ് ഹക്കീമാണ്. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു പ്രയാസം വരും, നമ്മളതിൽ ഒരു മസ്ലഹത്ത്, നമ്മളൊരു ഗുണം അതിൽ കാണുന്നുണ്ടാവില്ല, പക്ഷെ അതിന്റെ പിന്നിൽ ഒരുപാട് വലിയ മസ്ലഹത്ത്. ഉദാഹരണം നമുക്കൊക്കെ മനസ്സിലാവുന്നൊരു സംഭവമാണ് എന്ത്, ഹുദൈബിയ സന്ധി. ചിന്തിക്കണേ, കേട്ടിട്ടുണ്ടാവും നമ്മൾ ചരിത്രത്തില്. ഹുദൈബിയ സന്ധിയിൽ എന്താ നടക്കുന്നത് നിങ്ങൾക്ക് അറിയോ? ആ സന്ധി എന്തായിരുന്നു അറിയോ? ആ കരാറ്, ഒരു ഉടമ്പടിയാണ്. മുസ്ലിമീങ്ങളും മദീനയിലെ മുസ്ലിമീങ്ങളും മക്കയിലെ മുശ്രിക്കീങ്ങളും തമ്മിലുള്ള ഒരു കരാറാണ്. ആ കരാറിൽ കുറച്ച് കാര്യങ്ങൾ പ്രധാനപ്പെട്ടതുണ്ട്. അതിൽ 1-2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഈ പറയുന്ന വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സമ്മതിച്ച ഈ കരാറ്, ആ കരാറിലെ ഒരു ഉടമ്പടി, ഒരു നിയമം എന്നുള്ളത് എന്താന്ന് വെച്ചാൽ, മക്കയിൽ നിന്ന് ഏതെങ്കിലും ഒരാൾ മുസ്ലിം ആയിക്കൊണ്ട് മദീനത്ത് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? തിരിച്ചയക്കണം, നിർബന്ധം. എന്നുവെച്ചാൽ മദീനത്ത് നിർത്താൻ പാടില്ല, ഇവിടെ നിന്ന് എന്ത് ചെയ്യണം? തിരിച്ചു പറഞ്ഞു വിടണം. ഇതിലെന്ത് മസ്ലഹത്താ ഉള്ളത്?
ആലോചിച്ച് നോക്കട്ടെ, അവര് മുശ്രിക്കീങ്ങളാണ്. അവൻ കൊല്ലുമെന്നായപ്പോഴാണ് അവിടെ നിന്ന് ഹിജറ ചെയ്ത് ഇവിടെ വന്ന് നിന്നത്. അവര് പറയുന്ന പിന്നെ അനുസരിക്കേണ്ട കാര്യം എന്താ? അവരോട് ഉടമ്പടി വെക്കേണ്ട കാര്യം എന്താ കാര്യം? പക്ഷെ മസ്ലഹത്തുള്ളതുകൊണ്ടാണ്. നമ്മുടെ ദീൻ എന്നുള്ളത് വികാരങ്ങൾ കൊണ്ട് ആവേശത്തിന്റെ പുറത്ത് ചാടിക്കയറി ചെയ്യുന്ന കാര്യമല്ല. മസ്ലഹത്തുകൾ നോക്കണം. അതുപോലെ തന്നെ പിന്നൊരു നിയമം എന്താ? ഇവിടെ മദീനത്തുനിന്ന് ശ്രദ്ധിക്കണം, അടുത്ത നിയമം ശ്രദ്ധിക്കണേ. ഒന്നാമത്തെ നിയമം നമ്മൾ പറഞ്ഞെന്താ? മക്കത്തുനിന്ന് ഇസ്ലാം സ്വീകരിച്ച ആരെങ്കിലും മദീനത്ത് വന്നു കഴിഞ്ഞാൽ തിരിച്ചയക്കണം. രണ്ടാമത്തെ നിയമം എന്തെന്ന് അറിയോ? മദീനത്ത് നിന്ന് ആരെങ്കിലും ഇസ്ലാം ഉപേക്ഷിച്ചിട്ട് മക്കത്ത് പോയി കഴിഞ്ഞാൽ അവനെ പിന്നെ ചോദിക്കാൻ പാടില്ല, തിരിച്ചാവശ്യപ്പെടാൻ പാടില്ല. ഇത് കേട്ടപ്പോ ഉമർ റളിയല്ലാഹു അൻഹുവിന് അദ്ദേഹത്തിന്റെ നിയന്ത്രണം വിട്ടുപോയി. അല്ലാഹുവിന്റെ റസൂലേ, നമ്മൾ ഹക്കിലല്ലയോ, അവർ ബാത്തിലല്ലേ, പിന്നെന്തിനാ ഇങ്ങനത്തെ ഒരു നിന്ദ്യതയുടെ ഒരു നിയമം നമ്മൾ എന്തിനാണ് ഒപ്പിടുന്നത് റസൂലെ എന്ന് ചോദിച്ചുകൊണ്ടേ, റസൂലിനോട് അങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ചോദിക്കാൻ പാടില്ല. കുറെ വട്ടം പറഞ്ഞപ്പോ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ്. എന്ന് വെച്ചാൽ ഞാൻ എന്റെ സ്വന്തം തീരുമാനപ്രകാരം ചെയ്യുന്നതല്ല, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ് പറഞ്ഞു. അപ്പോഴും മൂപ്പർക്ക് സമാധാനാവുന്നില്ല. മൂപ്പരിങ്ങനെ പറഞ്ഞു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികരണം ഇല്ലാതായപ്പോ അബൂബക്കറുടെ അടുത്തേക്ക് പോയി. അബൂബക്കർ പറഞ്ഞു, മുണ്ടരുത്, ഇത് അല്ലാഹുവിന്റെ റസൂൽ, മുഹമ്മദ് അല്ല, അല്ലാഹുവിന്റെ റസൂലാണെന്ന്. അങ്ങനെ പറഞ്ഞ് അബൂബക്കറിന്റെ ശാസനം കൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത്. അതുവരെയും ഉമർ റളിയല്ലാഹു അൻഹു ഇതെന്ത് ഇങ്ങനത്തെ ഒരു നിയമം. കാരണം അള്ളാഹുവിന്റെ നിയമം നമുക്ക് പ്രത്യക്ഷത്തിൽ മനസ്സിലായില്ല എന്ന് വെക്കുക, പക്ഷേ അള്ളാഹുവിന്റെ നിയമമാണെന്നുള്ള ബോധം നമുക്ക് വേണം. റബ്ബ് അങ്ങനെ വെറുതെ ഒരു കാര്യം തീരുമാനിക്കൂല. എന്തുണ്ടായതെന്നറിയോ? ഹുദൈബിയ സന്ധി കൊണ്ട് എന്തുണ്ടായത്? മക്കത്തുനിന്ന് പലരും ഇസ്ലാം സ്വീകരിച്ചു വരും. ഇവരിനെ ഇവിടെ നിന്ന് എന്ത് ചെയ്യും? ഉടമ്പടി പ്രകാരം, ഉടമ്പടി പറഞ്ഞാൽ പാലിക്കണം, അത് മുസ്ലിമീങ്ങളുടെ ബാധ്യതയാണ്. മുസ്ലിമീങ്ങൾ സത്യസന്ധത അമാനത്തുള്ളവരാണ്. ഉടമ്പടി പറഞ്ഞ് വെറുതെ ഉടമ്പടി വെക്കുന്നല്ല. അങ്ങനെ ഇവര് പറഞ്ഞയക്കൂ. ഈ പറഞ്ഞയച്ചാൽ അവിടെ പോവില്ല, മക്കത്ത് പോവില്ല. ഇവര് മദീനത്തിന്റെ മക്കത്തിന്റെ ഇടയിൽ വേറൊരു സ്ഥലത്ത് വേറൊരു റൂട്ടിൽ അവരെ ഒരു താവളം പോലെ അവിടെ താമസിക്കാൻ തുടങ്ങും. അങ്ങനെ കുറെ പേര് ഇസ്ലാം വന്നു ഇവരൊക്കെ തിരിച്ചയച്ച് ഇവരൊക്കെ മക്കയിൽ നിന്ന് വിട്ടുകയും ചെയ്തു, മദീനത്ത് നിന്നുമില്ല. ഇവരൊക്കെ ഈ താവളത്തിലായി. അവസാനം ഇവരൊരു വലിയ സംഘമായി. ഇവരെന്നിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി? മക്കയിൽ നിന്ന് പോകുന്ന യാത്രാ സംഘങ്ങൾ, കച്ചവട സംഘങ്ങൾ ഇവരെയൊക്കെ ആക്രമിക്കാനും അവരുടെ സമ്പത്തൊക്കെ എടുക്കാനൊക്കെ തുടങ്ങിയപ്പോ അങ്ങനെയാണ് എന്ത് സംഭവിച്ചത്? നിങ്ങൾ ചുരുക്കത്തിൽ, വലിയൊരു സംഭവമാണ്, വലിയൊരു ശൃംഖലയാണ്. ചുരുക്കത്തിൽ ഹുദൈബിയ സന്ധി കൊണ്ടാണ് എന്തുണ്ടായത്? മക്കം ഫത്ഹ് ഉണ്ടായത്. ശ്രദ്ധിക്കണേ, ഹുദൈബിയ സന്ധി കാരണത്താൽ എന്ത് സംഭവിച്ചത്? അത് നടക്കുന്ന സംഭവത്തിൽ മൊത്തം അതിൽ ഒരു നന്മയില്ല എന്നാണ് ആളുകൾ മനസ്സിലാക്കിയത്. പക്ഷെ അതുകൊണ്ടാണ് എന്തുണ്ടായത്? മക്കം ഫത്ത്. ഏതൊരു നാട്ടിൽ നിന്നാണോ പീഡിപ്പിച്ചപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോരേണ്ടി വന്നത്, നിർബന്ധിതനായത്, അതേ നാട് പിടിച്ചടക്കപ്പെടുന്നത് ഈ ഒരു സന്ധിയിലൂടെയാണ്. അപ്പോ ചുരുക്കത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. നമുക്ക് പ്രത്യക്ഷത്തിൽ ഒരു കാര്യത്തിന് നന്മ മനസ്സിലായിട്ടില്ല എന്ന് വിചാരിക്കുക, അതിലെന്തെങ്കിലും ഗുണം ദീനിന്റെ വിഷയത്തിൽ മനസ്സിലായിട്ടില്ല എന്ന് വിചാരിക്കുക. നമ്മുടെ മനസ്സിൽ ഉറച്ച യഖീന് വേണം, ഇത് റബ്ബിന്റെ തീരുമാനമാണ്, റബ്ബിന്റെ വിധിയാണെങ്കിൽ അതിൽ ഉറപ്പായും നന്മയുണ്ടാവും. നമ്മൾക്കത് മനസ്സിലായിട്ടില്ലെങ്കിലും ശരി, അതിൽ ഉറപ്പായതിൽ നന്മയുണ്ടാവും. ഈ ഒരു ബോധ്യം നമുക്ക് വേണം. അത് ദീന്റെ വിധിവിലക്കുകൾ മാത്രമല്ല, അള്ളാഹു സുബ്ഹാനഹു നമുക്ക് ഖദറാക്കുന്ന വിഷയങ്ങൾ പോലും അങ്ങനെ തന്നെ. അള്ളാഹു നമുക്ക് ഖദറാക്കുന്ന വിഷയങ്ങൾ പോലും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു ഉദാഹരണം മാത്രം പറയാം. നമ്മൾ സൂറത്തുൽ കഹ്ഫില് മൂസ അലൈഹിസ്സലാം ഇൽമു പഠിക്കാൻ വേണ്ടി ഖിദർ അലൈഹിസ്സലാമിന്റെ അടുക്കലേക്ക് പോകുന്ന സംഭവം പറയുന്നുണ്ട്. അപ്പൊ പോകാൻ സമ്മതിച്ച് അവർ തമ്മിൽ കരാറിലാവുമ്പോൾ അവർ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഒറ്റ നിബന്ധന വെക്കുന്നുള്ളൂ. എന്താണ്? ഞാൻ ചെയ്യുന്ന കാര്യങ്ങളുടെ ഹിക്മത്ത്, അതിന് പിന്നിലുള്ള യുക്തി ഞാൻ പറഞ്ഞു വരുന്നവരെ എന്നോട് എന്ത് ചെയ്യരുത്, ചോദിക്കരുത്. പക്ഷെ ഞാൻ കുറച്ചുകൂടി ഞാൻ പിന്നീട് പറഞ്ഞു തരും, ഞാൻ പിന്നീട് അറിയിച്ചു തരുന്നത് വരെ എന്നോട് എന്ത് ചെയ്യരുത്, അതിനെപ്പറ്റി അങ്ങനെ ചെയ്തെന്ന് ചോദിക്കരുത് എന്നൊരു നിബന്ധന മാത്രമേ വെച്ചുള്ളൂ. ഇത് വെച്ചിട്ട് എന്ത് ചെയ്യണം? മൂസ അലൈഹി ഇസ്ലാം ആണെങ്കിൽ എന്താ പറയാ, പെട്ടെന്ന് ദേഷ്യം വരുന്ന പ്രകൃതാണ്, പെട്ടെന്ന് പ്രതികരിക്കുന്ന പ്രകൃതാണ്. മൂസ അലൈഹി ഇസ്ലാം ഇദ്ദേഹത്തിന്റെ കൂടെ കയറി ആദ്യം ഒരു കപ്പലിനടുത്തേക്ക് എത്തി, ഒരു തുറമുഖത്തേക്ക് എത്തി. നമുക്കറിയാം സംഭവം, നമ്മൾ വായിച്ചിട്ടുള്ള
കപ്പലിൽ പലരും കയറ്റാൻ നോക്കും, ആരും കയറ്റാൻ സമ്മതിക്കൂല. അവസാനം ഒരു കുറച്ച് നല്ല ആളുകളായ ആളുകൾ, സ്വാലിഹീങ്ങളായ നല്ല വ്യക്തികൾ, അവരുടെ കപ്പലിൽ അവരെന്ത് ചെയ്യും, കയറ്റി മുന്നോട്ട് പോകും. കുറച്ച് പോകുമ്പോൾ ആരും കാണാതിരുന്നിട്ട് ഖിദർ അലൈഹി സ്വലാം എന്ത് ചെയ്യാണ്, കപ്പലിലൊരു മൂലക്കിരുന്ന് ഓട്ടയാക്കുക, കപ്പലിലൊരു മൂലക്കിരുന്ന് ദോരാക്കുകയാണ്. കപ്പലിലൊരു മൂലക്കിരുന്ന് ദോരാക്കിയാൽ ആ ദോരം മാത്രമാണ് മുങ്ങുക, ആ ഭാഗം മാത്രമാണ് മുങ്ങുക, അല്ല കപ്പൽ മുഴുവൻ മുങ്ങും. ഇത് ദോരാക്കുന്നത് കണ്ടിട്ട് മൂസ അലൈഹി സ്വലാം ചോദിക്കും, എന്താണ് കാട്ടുന്നത്, നിങ്ങളെന്ത് ചെയ്യുന്നത്, ഇത്ര നല്ല ആളുകൾ നമ്മളെ കപ്പലിൽ കയറ്റിട്ട് നിങ്ങൾ അവരെ കപ്പലിൽ കേടുവരുത്തണം എന്ന് ചോദിച്ചത്. അപ്പോൾ തിരിച്ചെന്താ പറഞ്ഞ്, നമ്മൾ ആദ്യം പറഞ്ഞൊരു കരാറുണ്ട്, എന്താ, ഞാൻ ചെയ്യുന്നൊരു കാര്യം ഞാൻ അതിന്റെ കാരണം പറഞ്ഞു തരുന്നവരെ എന്നോട് അതിനെപ്പറ്റി ചോദിക്കരുത്. മൂസ അലൈഹി സ്വലാം അപ്പോഴാണ് ഓർമ്മ വരുന്നത്, പെട്ടെന്ന് ദേഷ്യത്തിൽ പറഞ്ഞു വരാം. മൂസ അലൈഹി ഇനി ചോദിക്കൂലെന്ന്, ഇനി ചോദിക്കൂലാണ്. ഈ സംഭവം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അവസാനത്തിന്റെ കാരണം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്ത് കപ്പൽ കഴുത്തിന് എന്ത് മസ്ലഹത്തുള്ളത്, എന്ത് മസ്ലഹ ചെയ്ത്, അള്ളാഹുവിന്റെ നബിയാണ്. അലൈക്കും സലാം, ശ്രദ്ധിക്കണേ, അലൈക്കും സലാം. ഇത് ചെയ്യുന്നതാരാണ്, സാധാരണ ഒരു മനുഷ്യനാണോ, അല്ല, അള്ളാഹുവിന്റെ നബിയാണ് ചെയ്യുന്നത്. അപ്പൊ എന്ത് വെറുതെ സ്വയം ഇഷ്ടപ്രകാരം ചെയ്യുന്നതല്ല, അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ചെയ്യുന്ന, അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ചെയ്യും. അള്ളാഹു ഒരു കാര്യം കൽപ്പിച്ചാൽ അത് ഉറച്ചു വിശ്വസിച്ചോ കണ്ണടച്ച് വിശ്വസിച്ചോ അതിൽ മസ്ലഹത്ത് ഉറപ്പാണ്. നമുക്കത് മനസ്സിലായിട്ടില്ലെങ്കിൽ പോലും, ഇപ്പം മനസ്സിലായിട്ട് പിന്നീട് മനസ്സിലാവും. ഇവിടെ എന്താ സംഭവിച്ചെന്ന് അറിയോ, ഈ കപ്പലിന്റെ വിഷയത്തില്, ഈ കപ്പല് തകരാറിലായി, അതിൽ വെള്ളം കയറുന്നത് മനസ്സിലായി. ഇവർ തുടങ്ങിയിട്ടുള്ളൂ യാത്ര, വെള്ളം കയറുന്നത് മനസ്സിലായി. തുടർന്ന് എന്ത് ചെയ്തു, കപ്പൽ തീരത്തേക്ക് അടുപ്പിച്ചു. അതുകൊണ്ട് എന്തുണ്ടായത്, ഇവിടെ നിന്ന് പോകുന്ന കപ്പലുകളെ പിടിച്ചെടുക്കുന്ന ഒരു കടൽ കൊള്ളക്കാരെന്നൊക്കെ പറയാം, അങ്ങനത്തെ ഒരാൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ചപ്പുറത്ത് നിൽക്കുന്നുണ്ട്. ഇവർക്കറിയില്ല, ഇവർ നല്ല ആളുകളാണ്, അവരുടെ ഉപജീവനത്തിന് വേണ്ടിയിട്ടാണ് കടലിലേക്ക് പോകുന്നത്, സ്വാലിഹീങ്ങളായിട്ടുള്ള ആളുകളാണ്. അപ്പോ പ്രത്യക്ഷത്തിൽ അവിടെ നോക്കി കാണുമ്പോൾ നമുക്ക് കാണുന്നത് കപ്പൽ കേടുവരുത്തുന്ന ഒരുത്തൻ എന്നേ കാണുള്ളൂ. പക്ഷെ അയാൾ ചെയ്തതെന്താ, ഇവരുടെ കപ്പൽ, ഇവരുടെ എന്താണ്, അവരുടെ വരുമാന മാർഗത്തെ, അവർക്ക് ആകെ ഉണ്ടായിരുന്ന ആശ്രയത്തെ സംരക്ഷിക്കുകയാണ് ചെയ്തത്. ഇവർ ഓട്ടയായില്ലെങ്കിൽ അയാളുടെ പിടിയിൽപ്പെടും, അയാളെ കപ്പൽ പിടിച്ചെടുക്കും, ചിലപ്പോൾ ഇവരെ കൊന്നുകളയൊക്കെ ചെയ്യും. ഇതുപോലെയാണ് റബ്ബിന്റെ ഓരോ തീരുമാനങ്ങളും. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പരീക്ഷണം ഒന്ന് വിചാരിക്കുക, അടുത്ത് വേണ്ടപ്പെട്ടവർ മരണപ്പെടുക, അല്ലെങ്കിൽ എന്തെങ്കിലും കഠിനമായ രോഗം വരെ, അല്ലെങ്കിൽ ദാരിദ്ര്യം കൊണ്ട് എന്തെങ്കിലും ഒരു പരീക്ഷണം നമുക്ക് ഒരു നിലയ്ക്ക് അതിൽ യാതൊരു നന്മ അതിൽ കാണുന്നില്ല എന്ന് വിചാരിക്കുക. എന്നാലും ഉറച്ചു വിശ്വസിച്ചോ, ഇത് റബ്ബ് തീരുമാനിച്ചാണ്. റബ്ബ് തീരുമാനിച്ചതാണെങ്കിൽ അതിൽ മസ്ലഹത്ത്, ഗുണം ഉറപ്പാണ്. എനിക്കത് മനസ്സിലായിട്ടില്ലെങ്കിലും ശരി, ഇങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കണം. അതൊരു മുഅ്മിന്റെ ക്വാളിറ്റിയാണ്. ഇങ്ങനെ വിശ്വസിക്കാൻ സാധിക്കുന്ന ഒരു മുഅ്മിനിന്റെ ക്വാളിറ്റിയാണ്. എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെ. അപ്പോ ഈ വിഷയം ഇത് ആമുഖമായിട്ട് ഇത്രയും വിശദീകരിക്കാൻ കാരണം ഇത് ദീനിന്റെ അടിസ്ഥാനമാണ്. മസ്ലഹത്ത് മഫ്സദത്ത്, ഗുണങ്ങൾ, ബെനഫിറ്റുകളും കാര്യങ്ങളൊക്കെ നോക്കുക എന്നുള്ളത് ദീനിന്റെ മസ്ലഹത്ത്, ദീനിന്റെ അടിസ്ഥാനമാണ്. ഈ ഒരു അടിസ്ഥാനം എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, എന്തിനും ശ്രദ്ധിക്കണം. വിഷയം എന്താ, സലഫി ദാവത്ത് എന്നുള്ളതാണ്. നമ്മുടെ ദാവത്തിന്റെ വിഷയത്തിലും ഇതെന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. ദാവത്തിന്റെ വിഷയത്തിലും ഈ ഒരു അടിസ്ഥാനം ശ്രദ്ധിക്കണം. എങ്ങനെയാണ് ഈ ശ്രദ്ധിക്കുന്നത്? കുറച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവും. നമുക്ക് മനസ്സിലാവും. ഉദാഹരണത്തിന് ഇന്ത്യയിൽ നടന്ന, ഉത്തരേന്ത്യയിലൊക്കെ മുമ്പൊക്കെ ഒരുപാട് ഇൽമുമായി ബന്ധപ്പെട്ടൊരു, ഇപ്പോഴും കുറേയൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും മുമ്പത്തെ പോലെയൊന്നുമില്ല. ഇൽമുമായി ബന്ധപ്പെട്ട ഒരുപാട് എന്താ പറയാ സ്ഥാപനങ്ങളും അധ്യാപകന്മാരും അങ്ങനെ ഒരുപാട് ഇൽമിന്റെ ഒരു എന്താ പറയാ, പണ്ട് കാലങ്ങളിൽ അറബ് നാടുകളിൽ നിന്ന് പോലും, മക്കയിൽ നിന്ന് മദീനത്തിൽ നിന്ന് പോലും എന്ത് ചെയ്യാറുണ്ട്, ഹദീസ് പഠനത്തിന് വേണ്ടി ഇന്ത്യയിലേക്ക് വരാറുണ്ട്. അങ്ങനത്തെ ഒരു ഇന്ത്യ ഉണ്ടായിരുന്നു കുറച്ചു കാലം മുമ്പ്. ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു കാലഘട്ടത്തിൽ, കുറച്ച് മുമ്പ്, ഒരുപാടൊന്നും ആയിട്ടില്ല, 2-3 നൂറ്റാണ്ടുകളൊക്കെ ആയിട്ടുള്ളൂ.
ഈ ഒരു കുറച്ച് കാലഘട്ടം മുമ്പ് ഒരു പണ്ഡിതൻ, അവിടുത്തെ ഒരു ഹദീസ് തൗഹീദുള്ള ആളാണ്, സുന്നത്തിനോട് താല്പര്യമുള്ള അങ്ങനത്തെ നല്ലൊരു വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹത്തിനോട് ഇങ്ങനെ ഒരുപാട് പ്രചാരണങ്ങൾ, കുപ്രചാരണങ്ങൾ കേട്ടിട്ടുണ്ട്. ആരെ പറ്റി? മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ പറ്റി ഒരുപാട് കുപ്രചാരണങ്ങൾ കേട്ടിട്ടുണ്ട്. അയാൾ അങ്ങനെയാണ്, ഇങ്ങനെയാണ്, പുത്തൻവാദിയാണ്, എല്ലാവരും കാഫറാക്കുന്ന, അങ്ങനെ കുറേ കുപ്രചാരങ്ങളുണ്ടല്ലോ. വിശ്വാസം ഇഷ്ടമില്ലാത്തതാണ്, ഔലിയാക്കളെ ആദരിക്കുക, അങ്ങനെ കുറേ കുപ്രചാരങ്ങളുണ്ട്, ഇല്ലാത്ത കാര്യങ്ങൾ. ഇതൊക്കെ കേട്ടിട്ട് ഇയാൾക്ക് ഭയങ്കര ദേഷ്യമായി ഇയാളോട്. മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് ഭയങ്കര ദേഷ്യമായി. അപ്പൊ ഇദ്ദേഹം മിക്ക ദർസുകളിലും എന്ത് ചെയ്യാൻ തുടങ്ങി? ഇദ്ദേഹത്തെ ചീത്ത വിളിക്കാനും ശപിക്കാനൊക്കെ തുടങ്ങി. ഇങ്ങനെ ഒരാളുണ്ട്, വളരെ മോശക്കാരൻ, എന്നിട്ട് മിക്ക ദർസുകൾ ഇയാളെ പറ്റി കുറ്റം പറയാൻ തുടങ്ങി. ഇതെന്ത് ചെയ്തു? മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹുവിന്റെ മനഹജ് അത് ശരിയായ സ്വഹാബത്തിന്റെ മനഹജാണ് എന്നറിയുന്ന ഒരാൾ, അയാൾ എന്ത് ചെയ്തു? മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലയുടെ അദ്ദേഹത്തിന്റെ കിതാബ് തൗഹീദ് എന്ന് പറഞ്ഞ കിതാബ്, ആ കിതാബിന്റെ ചട്ട പറിച്ചെടുത്തു. ശ്രദ്ധിക്കണേ, ചട്ട പറിച്ചെടുത്തു. പേരുള്ള ഭാഗം പോയി, അതിൽ പിന്നെ എന്ത് മാത്രമേ ഉള്ളൂ? കിതാബ് മാത്രമേ അതിലുള്ളൂ. ആരെ എഴുതിയൊന്നുമില്ല, എന്താണെന്നൊന്നുമില്ല. ഇദ്ദേഹം എന്ത് ചെയ്തു? ഇത് വലിയ അദ്ദേഹത്തെക്കാൾ അറിവുള്ള ആളാണ് ആ ചീത്ത വിളിക്കുന്ന ആള്. ഈ വ്യക്തി എന്ത് ചെയ്തു? ആ പണ്ഡിതന്റെ അടുക്കലേക്ക് പോയിട്ട് പറഞ്ഞു, എനിക്കൊരു കിതാബ് കിട്ടിയിട്ടുണ്ട് ഷെയ്ഖെ, ഈ ഷെയ്ഖ് ആരുടെ കിതാബാണെന്ന് എനിക്ക് നോക്കിത്തരണം എന്ന് പറഞ്ഞിട്ട് അറിയാത്ത പോലെ എന്ത് ചെയ്യാണ്? ആ പുസ്തകം ആ പണ്ഡിതന് കൊടുക്കുകയാണ്. അപ്പൊ എന്തുണ്ടായത്? ഇദ്ദേഹം പരിശോധിക്കുകയാണ്. ഇദ്ദേഹം കുറെ പരിശോധിച്ചിട്ട് ഈ കിതാബ് കുറെ വായിച്ചൊക്കെ നോക്കി. ഇദ്ദേഹം പരിശോധിച്ചിട്ട് ഇദ്ദേഹത്തിന് ഒരു എത്തുമ്പടിയും കിട്ടുന്നില്ല. അവസാനം ഇദ്ദേഹം എത്തിയ തീരുമാനം എന്താ അറിയോ? അദ്ദേഹത്തിന് കിട്ടിയ റിസൾട്ട് എന്താണെന്ന് അറിയോ? ഇദ്ദേഹത്തിന്റെ പഠനത്തിൽ ഇദ്ദേഹം പറഞ്ഞത്, ഇത് ഇമാം ബുഖാരിയെ പോലെ അത്രയും ഖുർആൻ ഹദീസിൽ അറിവുള്ള ഒരാളാണ്. ശ്രദ്ധിക്കണേ, അദ്ദേഹം പറയുന്നതാണ്. ഇത് ഇമാം ബുഖാരി, നമ്മൾ പറഞ്ഞ സുന്നത്തിനോടൊക്കെ താല്പര്യമുള്ള ഹദീസ് പഠിപ്പിക്കുന്ന വലിയൊരു പണ്ഡിതനാണ്. അയാളിത് വായിച്ചിട്ട് പരിശോധിച്ചിട്ട് പേര് കിട്ടാതായപ്പോൾ അദ്ദേഹം അവസാനം അദ്ദേഹത്തെ പഠനത്തിലൂടെ കിട്ടിയ റിസൾട്ട്, അദ്ദേഹം അത് വായിച്ചിട്ട് അവസാനം അദ്ദേഹത്തിന് കിട്ടിയ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഇത് ഇമാം ബുഖാരിയെ പോലെ ഖുർആൻ ഹദീസിലും വളരെ ആഴത്തിൽ അറിവുള്ള ഒരാളാണ്. പക്ഷെ ഇതിന് ആരാണെന്ന് മാത്രം മനസ്സിലാവുന്നില്ല എന്ന് പറയും. അപ്പൊ ഈ വിദ്യാർത്ഥി തിരിച്ചു പറയാണ്, ഇതാണ് നിങ്ങൾ മിക്ക സമയത്ത് ചീത്ത പറയാറുള്ള മുഹമ്മദ് അബ്ദുൽ വഹാബ്. അതോടെ ആ ചീത്തവിളി അവസാനിച്ചു. പിന്നെ മൂപ്പരുടെ ഗ്രന്ഥങ്ങൾ വായിക്കാനും പഠിക്കാനും അതിലേക്ക് ദാവത്ത് ചെയ്യാനൊക്കെ ആരംഭിച്ചു. ഇവിടെ എന്താണ്? അതൊരു മസ്ലഹത്ത് നോക്കിയിട്ടാണ്. ഇതേ സന്ദർഭത്തിൽ നേരിട്ട് അദ്ദേഹത്തോട് അങ്ങനെയൊന്നല്ല, നിങ്ങൾ പറയുന്ന പോലെ ഒന്നല്ല മുഹമ്മദ് അബ്ദുൽ വഹാബ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നത്, അത് ചിലപ്പോൾ ഉപകാരപ്പെട്ടേക്കാം, ചിലപ്പോൾ ആവാതെ വന്നേക്കാം. അതേസമയം ഇവിടെ ഏറ്റവും ഗുണകരമായ രീതിയാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? തിരഞ്ഞെടുക്കുന്നത്. ഇതുപോലെ നമുക്ക് എന്താ പറയാ, ഏറ്റവും നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ? നമ്മുടെ ലക്ഷ്യം എന്താ ദാവത്തിൽ? ശ്രദ്ധിക്കണേ, നമ്മുടെ ദാവത്തിന്റെ ലക്ഷ്യം എന്താ? ഒരിക്കലും നമ്മുടെ മർക്കസിലേക്ക് ആളെ കൂട്ടലല്ല. ശ്രദ്ധിക്കണേ, നമ്മുടെ ദാവത്തിന്റെ ലക്ഷ്യം ഒരിക്കലും നമ്മുടെ മർക്കസിലേക്ക് ആളെ കൂട്ടലോ, നമ്മുടെ ദർസിന്റെ ആള് വലിപ്പം കൂട്ടലോ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരുപാട് സെന്ററുകൾ ഉണ്ടാക്കലോ, ഇങ്ങനത്തെ ഒരു ലക്ഷ്യവും നമുക്കില്ല. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. ഒരുപാട് ആളുകൾ മെമ്പർഷിപ്പിൽ വന്നിട്ട് നമുക്ക് അവരുടെയൊക്കെ മെമ്പർഷിപ്പിന്റെ വരി കിട്ടിയിട്ട് നമ്മൾ നല്ല പ്രസിഡന്റും ട്രഷററൊക്കെ ആയിട്ട് നല്ല വരുമാനമൊക്കെ ആയിട്ട് നമുക്കൊന്നും ജോലിയൊന്നും ചെയ്യാണ്ടിരിക്കുക, അങ്ങനത്തെ ഒരു ലക്ഷ്യവും ആർക്കും സലഫി ദാവത്ത് കൊണ്ടില്ല. മറിച്ച് സലഫി ദാവത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്, നമ്മൾ പറയാം സലഫിയത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ശരിയായ ഇസ്ലാമിനാണ് സലഫിയത്ത് എന്ന് പറയുന്നത്. ചുരുക്കത്തിൽ സ്വഹാബത്ത് എങ്ങനെ ദീനിനെ മനസ്സിലാക്കിയോ അതുപോലെ മനസ്സിലാക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നതിന് സലഫിയത്ത് എന്ന് പറയും. എന്തിനാണ് സലഫിയത്തിലേക്ക് ദാവത്ത് ചെയ്യുന്നത്? അത് അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ സൂചിപ്പിക്കാം. എന്തിനാണ് ഇസ്ലാമിലേക്ക് ദാവത്ത് ചെയ്താൽ പോരെ? മുസ്ലിം ആവും ദാവത്ത് ചെയ്താൽ പോരെ? മതിയോ? നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത് നമ്മൾ സ്വന്തം തീരുമാനപ്രകാരം നമുക്ക് എന്തെങ്കിലും ഒരു ഗ്രൂപ്പിലേക്ക് ആളെ കൂട്ടാൻ ഒന്നിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതല്ല സലഫിയത്തിലേക്ക് ആളെ കൂട്ടാൻ. സലഫിയത്ത് എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഹദീസിൽ ഇഫ്തിറാഖ് എന്ന് പറയാം. ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വസതഫ്തരിഖു ഹാദിഹിൽ ഉമ്മത്തു അലാ 73 ഫിർഖ. എൻ്റെ ഉമ്മത്ത് മുസ്ലിം സമൂഹം 73 വിഭാഗങ്ങളായി പിരിയും. ശ്രദ്ധിക്കണേ,
മുസ്ലിമീങ്ങളുടെ മാത്രം, ലോകത്തുള്ള എല്ലാ ആളുകളും 73 പിരിയുന്നല്ല പറയാം, മുസ്ലിമീങ്ങൾ മാത്രം. അപ്പൊ നമ്മൾ ഇസ്ലാമിലേക്ക് ദഅവത്ത് ചെയ്യാന്ന് പറയുമ്പോൾ ഇതിൽ ഏതിലേക്ക് ദഅവത്ത് ചെയ്യാം? ഏതിലേക്ക് ദഅവത്ത് ചെയ്യാം? അതിന് വിശ്വാസം പഠിപ്പിച്ചിരുന്നുണ്ട്. ഇതിലേതിലേക്ക്? ചില ആളുകൾ വിചാരിക്കുന്നു മുസ്ലിം ആയാൽ മതി, പിന്നെ ഒന്നും ഒരു കുഴപ്പമില്ല, എൻ്റെ പേര് മുസ്ലിമാണ്, പാപ്പാൻ്റെ പേര് മുസ്ലിമാണ്, എൻ്റെ ഐഡന്റിറ്റിയിലൊക്കെ എൻ്റെ പേര്, കാസ്റ്റ് എന്താ, റിലീജിയൻ ഇസ്ലാം, ഒരു പ്രശ്നമില്ല പിന്നെ എന്ന് കരുതുന്ന ആളുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 73 പറ്റി പറയുന്നത് എന്താണെന്ന് അറിയോ? കുല്ലുഹ ഫിന്നാർ, അവരെല്ലാവരും സ്വർഗത്തിലാന്ന് പറഞ്ഞ് അല്ല, നരകത്തിലാന്ന് പറഞ്ഞു. ശ്രദ്ധിക്കണേ, നമ്മൾക്ക് ഓരോരുത്തർ ഓരോ മുസ്ലിമും നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഹദീസാണ്. നീ മുസ്ലിം ആയാൽ പോരാ, എങ്ങനത്തെ മുസ്ലിം ആവണം അതാണ് വിശ്വാസം പറയുന്നത്. അപ്പോ സ്വഹാബത്തിൽ മൻഹും യാ റസൂൽ, ആ ഒരു വിഭാഗം ആരാണ്? ഇല്ല വാഹിദ, ഒരു വിഭാഗം ഒഴികെ ബാക്കി എല്ലാവരും നരകത്തിലാണെന്നാണ് സഹാബത്ത് ചോദിക്കുന്നത്. അവരാരാണ് റസൂലിനെ ചോദിക്കുമ്പോൾ എന്താ പറഞ്ഞു കൊടുത്ത്? മാ അന അലൈഹിൽ യൗമ വഅസ്ഹാബി, ഞാനും എൻ്റെ സഹാബത്തും ഏതൊരു മാർഗത്തിലാണോ അങ്ങനത്തെ മുസ്ലിമാണ്. നിങ്ങൾക്ക് നാട്ടിൽ കാണുന്ന മുസ്ലിങ്ങളുടെ അവസ്ഥ എന്താ? ഒക്കെ ഒന്ന് കിഴക്കാണ്, ഒന്ന് പടിഞ്ഞാറാണ്. അങ്ങനത്തെ വിശ്വാസങ്ങളും ആചാരങ്ങളാണ് തമ്മിൽ. ഇതിൽ ശരിയായ ഇസ്ലാം ഏതാണെന്ന് ആരോട് ചോദിച്ചാൽ എല്ലാവരും പറയുന്നത് ഞാനാണ്, ഞങ്ങളുടെ സംഘടന, ഞങ്ങളുടെ പാർട്ടി, ഞങ്ങളുടെ ഷേഖ്, ഞങ്ങളാണ് ശരി, ഞങ്ങൾ മാത്രമാണ് ശരിയെന്നും പറയും, ഞങ്ങളേ ശരിയുള്ളൂ എന്നും പറയും അല്ലേ? ഏത് 72 പറയും. അങ്ങനെ അവകാശവാദങ്ങൾ ഉന്നയിച്ചാൽ റബ്ബിന്റെ അടുക്കൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. റബ്ബിന്റെ അടുക്കൽ വായ സീല് വെക്കപ്പെടും. ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു ക്വാളിറ്റി നമ്മൾക്കുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. ആ ഒരു ക്വാളിറ്റി ഉണ്ടാവുന്നതിന് സലഫിയത്ത് എന്ന് പറയും. വേറെ അല്ലാതെ എന്തെങ്കിലും ഒരു പ്രത്യേക ആളുകൾ പറയുന്ന പോലെ 4 മദ്ഹബ് ഉണ്ട്, ഹനഫി, മാലിക്കി, ഷാഫി, ഹംബലി. ഇപ്പോഴാവുമ്പോൾ ഒരു പുതിയൊരു മദ്ഹബ് സലഫി, അങ്ങനത്തെ ഒരു പുതിയൊരു മദ്ഹബ് അല്ലത്. ഈ മദ്ഹബിന് ഇമാമിങ്ങളുണ്ടല്ലോ, അബൂ ഹനീഫയും മാലിക്കും ഷാഫിയും അഹ്മദ്, ഇവരൊക്കെ സലഫുകളിൽ പെട്ടവരെന്നെ. ശ്രദ്ധിക്കണേ, ഇവരെല്ലാം നമ്മ സലഫുകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മുൻഗാമികൾ നടത്തും. ഇവരൊക്കെ നമ്മുടെ സലഫുകൾ പെട്ടവർ. അവരെല്ലാവരെയും അനുകരിക്കുക, അവരെ പിൻപറ്റുക എന്നുള്ളത് തന്നെയാണ്. നിങ്ങൾ നമ്മുടെ നാട്ടിലെ ഷാഫി പണ്ഡിതന്മാർ, നമ്മുടെ നാട്ടില് സമസ്തക്കാരൊക്കെ ഷാഫിയാക്കാന്നാണല്ലോ പറയാ. അവരിൽ ഏതെങ്കിലും ഒരാൾക്ക് ഇമാം ഷാഫിഈയുടെ അഖീദ അറിയോ ചോദിച്ചു നോക്ക്. അഖീദ, വിശ്വാസം ഒരൊറ്റ കുട്ടിക്ക് പോലും അറിയില്ല. പഠിപ്പിച്ചു കൊടുക്കുന്നില്ല. അത് അവർക്ക് പഠിപ്പിക്കാൻ കഴിയാനിട്ടല്ല, പഠിപ്പിക്കൂല. കാരണം ഇമാം ഷാഫിയുടെ അഖീദ സലഫി അഖീദ, ഇവര് പറയുന്ന ഒരു വഹാബി അഖീദ, ഇബ്നു തൈമിന്റെ അഖീദ എന്നൊക്കെ അവർ പറയാറില്ലേ, ആ അഖീദയാണ് ഇമാം ഷാഫിയുടെ അഖീദ. ധൈര്യം ഉണ്ടെങ്കിൽ അത് പഠിപ്പിക്കാൻ പറയും. കഴിയൂല. പഠിപ്പിച്ചവരൊക്കെ വഹാബികളാവും, സലഫികളാവും. കഴിയൂല. നമ്മൾ വെറുതെ നമ്മുടെ പോക്കറ്റിൽ നിന്ന് എടുത്തുകൊണ്ടിരുന്ന കാര്യമില്ല സലഫിയത്ത് എന്ന് പറയുന്നത്. സലഫിയത്ത് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണോ മുൻഗാമികൾ സഹാബത്തും താബിയങ്ങളും തബഅത്താബിയങ്ങളും അവർ പഠിച്ച് മനസ്സിലാക്കിയത്, അവർ പഠിപ്പിച്ച് അവർ പ്രാവർത്തികമാക്കി കാണിച്ചു തന്നത്, ആ അതേ രൂപം അതിനായാലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക്, എന്റെ വാക്കല്ല, ഏതെങ്കിലും സംഘടന നേതാവിന്റെ വാക്കല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഈ ഒരു വിഭാഗം ഒഴികെ കുല്ലുഹ ഫിന്നാർ, എല്ലാവരും നരകത്തിലാണ്. ഏതാ വിഭാഗം? മാ അന അലൈഹിൽ യൗമ വഅസ്ഹാബി, ഞാനും എൻ്റെ സ്വഹാബത്തും ഏതൊരു മാർഗത്തിലായിരുന്നോ, ശ്രദ്ധിക്കണേ, എന്ന് ആ ദിവസം ചെന്നേ ദിവസം ഞാനും എൻ്റെ സ്വഹാബത്തും ഏതൊരു മാർഗത്തിലാണോ ആ മാർഗത്തിലുള്ളവർ, ആ മാർഗത്തിലുള്ള എല്ലാവരും, അത് ഇന്ന നാട്ടുകാരനാവണമെന്നില്ല, ഇന്ന സംഘടനക്കാരനാവണമെന്നില്ല, ഇന്ന മെമ്പർഷിപ്പ് വേണമെന്നില്ല, ഒന്നും വേണ്ടില്ല. ഈ ക്വാളിറ്റി നമുക്കുണ്ടെങ്കിൽ വെച്ചാൽ അവരുടേതുപോലത്തെ വിശ്വാസം, അവരുടേതുപോലത്തെ ഇബാദത്തുകൾ, അവരുടേതുപോലത്തെ ദീനിന്റെ നിലപാടുകൾ, അവരുടേതുപോലത്തെ സ്വഭാവ മര്യാദകൾ എല്ലാം അവരുടേതുപോലെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. നമ്മൾ ഇതല്ലാതെ വേറൊന്നും നമ്മൾ രക്ഷപ്പെടുത്തൂല. മരിച്ച് നമ്മൾ റബ്ബിന്റെ അടുക്കൽ പോയി നിൽക്കുമ്പോൾ നമ്മുടെ പിന്നാലെ നിൽക്കുന്ന ആളുകളോ അല്ലെങ്കിൽ നമ്മുടെ നേതാക്കന്മാരോ അല്ലെങ്കിൽ കൂടെയുള്ള സുഹൃത്തുക്കളോ നാട്ടുകാരോ ഒരാളും തിരിഞ്ഞു നോക്കൂല, ഒരാളും വരൂല.
ഈ ഒരു ക്വാളിറ്റി നമുക്ക് ഉണ്ടെങ്കിൽ രക്ഷപ്പെടാം. ഇതാണ് സലഫി ദഅവത്ത് എന്ന് പറയുന്നത്. നമ്മൾ ആളുകളിൽ ഇതിനെതിരായിട്ട് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് പറയും. അതാണ് ഈ സലഫി ദഅവത്ത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഒരിക്കലും അവരടങ്ങാറാക്കാനോ അവരുടെ വെറുപ്പ് പിടിച്ചു പറ്റാനോ ഒന്നിനുമല്ല. നമ്മൾക്ക് ആഗ്രഹമുണ്ട്, നമ്മൾ സലഫികളാവുന്ന എന്തിനാ സലഫിയായത്? ഇതുപോലെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ നരകത്ത് പോവാതെ സ്വർഗത്ത് പോകാനാ. നമുക്ക് നമ്മുടെ വാപ്പ അതുപോലെ ആവണമെന്ന് ആഗ്രഹമാണ്. നമ്മുടെ മക്കള്, നമ്മുടെ ഭാര്യ, നമ്മുടെ സഹോദരന്മാര്, നമ്മുടെ കുടുംബക്കാര്, അയൽക്കാര്, നാട്ടുകാര്, ഇവരൊക്കെ നമുക്ക് ഒറ്റയ്ക്ക് പോകാനുള്ളതല്ല സ്വർഗം. അത്രയും കുടുസായതൊന്നല്ല, അത്രയും ചെറുതൊന്നല്ല, ആകാശഭൂമികളെക്കാൾ വിശാലാണ്. നമുക്ക് ഇവരൊക്കെ കൊണ്ടേ പോകണം. നമുക്ക് ഇവരൊക്കെ വേണം സ്വർഗത്തിൽ. ഇവരൊന്നും നരകത്ത് പോവാൻ നമുക്ക് ഇവരാരെങ്കിലും നമ്മുടെ മകൻ ദുനിയാവിലൊരു വലിയൊരു കുഴിയിലേക്ക് തീക്കൊണ്ടാരത്തിലേക്ക് വീഴുന്നത് നമ്മൾ കണ്ടു നിൽക്കുവോ? അവൻ വീഴുന്ന ഇങ്ങനെ പോകും, നമ്മൾ കാണുന്നുണ്ട്, നമ്മളിവിടെ ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുക? ഒരിക്കലും ചെയ്യൂല. അതിനേക്കാൾ വലിയ അപകടമാണെന്ത്? ഈ ഒരു മാർഗത്തിൽ നിന്ന് നമ്മുടെ വാപ്പയോ സഹോദരനോ സഹോദരിയോ ആരെങ്കിലും തെറ്റിപ്പോകുന്നത് കാണുന്നതും അതേപോലെ, അതിനേക്കാൾ വലിയ അപകടം. നമ്മൾ പറയും, നമുക്കറിയുന്ന കാര്യങ്ങളാണെങ്കിൽ നമുക്കറിയുന്ന അതെങ്ങനെയാണ് പറയേണ്ടത് എന്നുള്ളത് ആ രൂപത്തിൽ നമ്മൾ പറയും. അതിനാണ് ദഅവത്ത് എന്ന് പറയുന്നത്. നമ്മൾക്ക് ആഗ്രഹിക്കുന്ന നരകമോചനം, സ്വർഗപ്രവേശനം, നരകത്ത് പോവാതെ സ്വർഗത്ത് പോവാന്നുള്ള ആ വലിയൊരു മഹാഭാഗ്യം, അത് നമ്മൾ ബാക്കിയുള്ളവരും കൂടെ ആഗ്രഹിച്ചാൽ അവിടെ ദഅവത്ത് ഉണ്ടാവും, ഉറപ്പാവും, സ്വാഭാവികമായിട്ടുണ്ടാവും. ഉറപ്പായും അവിടെ എന്തുണ്ടാവും? ദഅവത്ത് എന്നുള്ള ആ ഒരു പ്രവർത്തനത്തിന് ദഅവത്ത് എന്ന് പറയാം. അത് ചിലപ്പോൾ വാക്കുകളിലൂടെ ആയിരിക്കാം, എഴുത്തുകളിലൂടെ ആയിരിക്കാം, സൂചനകളിലൂടെ, എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ. ആ പ്രവർത്തനത്തിന് എന്ത് പറയാം? ദഅവത്ത് എന്ന് പറയാം. ഈ ഒരു പ്രവർത്തനത്തിൽ എന്ത് വേണം? ഈ പറഞ്ഞതുപോലെ അതിൽ ഉണ്ടാവുന്ന വരും വരായികൾ എന്ന് പറയുന്നത് മലയാളത്തിൽ, അതിൽ വന്നേക്കാവുന്ന ഗുണങ്ങളും ദോഷങ്ങളും, മസ്ലഹത്തും, അതിന് മസ്ലഹത്തും മഫ്സദത്തും എന്ന് പറയും. അതിനെപ്പറ്റി കൃത്യമായൊരു ബോധ്യം നമുക്ക് വേണം. അതൊക്കെ നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ? നമ്മളൊരു കാര്യത്തിലേക്ക്, ദഅവത്തിന്റെ ഒരു വിഷയത്തിലേക്ക് ഇറങ്ങാൻ, ഒരു കാര്യം നമ്മൾ സംസാരിക്കാൻ, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യരുന്ന് വരക്കാൻ. ഉദാഹരണത്തിന് ദഅവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണെന്ത്? നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക, അല്ലേ? ശ്രദ്ധിക്കണം, നമുക്കൊരു കാര്യം തിന്മയാണെന്ന് ഉറപ്പായും അറിയാം, അത് ഹറാം തന്നെയാണ്, ഒരു സംശയമില്ല, നമുക്ക് കൃത്യമായി അറിയാം. ആ ഹറാമ് നമ്മൾ വിലക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. മൻ റഅ മിൻകും അൽ മുൻകർ ഫലിയുഗയ്യിർഹു ബിയദിഹി. നിങ്ങൾ ഒരാൾ ഒരു തിന്മ കണ്ടു കഴിഞ്ഞാൽ കൈകൊണ്ട് എന്ത് ചെയ്യട്ടെ? തടയട്ടെ. കൈകൊണ്ട് തടയാൻ സാധിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യട്ടെ? നാവ് കൊണ്ട് തടയട്ടെ. നാവ് കൊണ്ട് സാധിച്ചില്ലെങ്കിൽ കൽബ് കൊണ്ടെങ്കിലും തടയട്ടെ. അതാണ് ഈമാന്റെ ഏറ്റവും ചെറിയ. കൽബ് കൊണ്ട് തടയാൻ എങ്ങനെ? അതിനോട് വെറുപ്പുണ്ടാവുക, അങ്ങനെ അതിന്റെ സദസ്സുകളിൽ ഇരിക്കാതിരിക്കുക. നമ്മളിരിക്കുന്ന സദസ്സിൽ അങ്ങനെ തിന്മ വന്നു കഴിഞ്ഞാൽ എഴുന്നേറ്റ് പോവാം. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ മനസ്സിലാൻ വേണ്ടി പറയണം, ഒരു തിന്മ നമുക്ക് വ്യക്തമായി അറിയാം, അത് ഹറാമാണെന്ന് തന്നെ അറിയാം. ഉദാഹരണത്തിന് നടന്നൊരു സംഭവം പറയാം. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരുമായിട്ട് മസ്ജിദിൽ നിന്ന് വീട്ടിലേക്കോ വീട്ടിൽ നിന്ന് മസ്ജിദിലേക്കോ അങ്ങനെ നടന്നു പോവാണ്. വിദ്യാർത്ഥികൾ പല സംശയങ്ങളും ചോദിക്കുന്നുണ്ട് അവരുടെ ഉസ്താദിനോട്, പലർക്കും പല മറുപടി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ കൂട്ടത്തിൽ ഒരു വിദ്യാർത്ഥി പള്ളിയുടെ അടുക്കൽ, ശ്രദ്ധിക്കണേ, പള്ളിയുടെ അടുക്കൽ പകിട കളിക്കുന്നതാണെന്നാണ് എൻ്റെ ഓർമ്മ. ഒരു ഹറാമായൊരു കളി, ഹറാമായ ഒരു കളി പള്ളിന്റെ തൊട്ടടുത്താണ്. പള്ളിന് തൊട്ടടുത്തൊരു ഗ്രൗണ്ട് ഉണ്ട്, ഒരു ഒഴിഞ്ഞ സ്ഥലമുണ്ട്. അവിടെ ഈ കുറച്ച് യുവാക്കൾ ചേർന്നിരുന്ന്, മുസ്ലിമീങ്ങൾ തന്നെയാണ്, ആ പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്ന ആളുകൾ തന്നെയാണ്, അവരവിടെ ചേർന്നിരുന്ന് ഈ കളി കളിക്കുകയാണ്. അവരെ കൊണ്ട് വേറെ ശല്യമൊന്നുമില്ല, ഒരു പ്രശ്നമില്ലാത്ത ആൾക്കാരാണ്. പക്ഷെ അവരെന്ത് ചെയ്യാണ്? അവിടെ നിന്ന് കളി കളിക്കാം. അപ്പൊ ഇതെന്ത് ചെയ്തു? ഇവരിൽ പല ആളുകളെയും ആർക്കറിയാം? ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ്ക്ക് അറിയാം. ഈ കളിക്കുന്ന വ്യക്തികൾ പലരെയും അവരുടെ എന്താണ് അവരുടെ നിലപാട്, അവരുടെ ദീൻ എത്രത്തോളം ഉണ്ട് എന്നൊക്കെയുള്ള കാര്യം അവർക്ക് അദ്ദേഹത്തിന് അറിയാം. ഒരു വിദ്യാർത്ഥി അവരെ വിലക്കാൻ വേണ്ടി അങ്ങോട്ട് തിരിഞ്ഞപ്പോൾ ശൈഖുൽ ഇസ്ലാം എന്ത് ചെയ്തു? വിലക്കി. പോണ്ട, പറയണ്ടാവാ. അപ്പൊ വിദ്യാർത്ഥി തിരിച്ചു വെച്ചു, അവര് ഹറാമാണ് കളിക്കുന്നത്, ഹറാമായ കളിയാണ് കളിക്കുന്നത്. അപ്പൊ ശൈഖുൽ ഇസ്ലാം എന്താ പറഞ്ഞു? ഹറാമായ കളി ആണെന്ന് എനിക്കും അറിയാം, പക്ഷെ എന്താ വിഷയം? നമ്മൾ അവരെ ആ കളിയിൽ നിന്ന് വിലക്കി കഴിഞ്ഞാൽ ഈ ആളുകളെ അദ്ദേഹത്തെ അറിയുന്നോണ്ട് പറയണത്
അവരെന്താ ചെയ്യുക? ഈ കളി അവസാനിപ്പിച്ച് അതേ ഗ്രൗണ്ടിൽ വേറെ കളി കളിക്കൂല. അവരെന്ത് ചെയ്യും? ഈ കളി തന്നെ വേറെ എവിടെയെങ്കിലും പോയി കളിക്കും. അതുകൊണ്ട് എന്തുണ്ടാവുക? പള്ളിയിൽ നിന്ന് ഒരു ദൂരത്താവും. പള്ളിയും ദൂരത്തായി കഴിഞ്ഞാൽ ആദ്യം ജമാഅത്ത് മാത്രം നഷ്ടപ്പെടുള്ളൂ. പിന്നെ വലിയ എന്ത് ചെയ്യും? തിന്മകൾ അവരുടെ മേൽ വന്നുകൊണ്ടേയിരിക്കും. ഇതിപ്പോഴും ജമാഅത്തിൽ വരുന്നതുകൊണ്ട് നല്ല ആളുകളായിട്ട് കോണ്ടാക്ട് ഉള്ളതുകൊണ്ട് വലിയ തിന്മകളിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ ഒരു പള്ളിയിൽ നിന്ന് അകന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ അവരെന്ത് ചെയ്യും? നാശത്തിലേക്ക് എത്തും. ചുരുക്കത്തിൽ നശിച്ചു പോകും. ശ്രദ്ധിക്കണം, ഒരു ഹറാമ് വിലക്കുമ്പോൾ സംഭവിക്കുന്നത് അവരുടെ നാശമാണ്. മൊത്തത്തിൽ മുഴുവൻ ഹറാമുകൾ മുങ്ങിക്കുളിക്കുന്ന അവസ്ഥയിലേക്ക് അവരെത്തുകയാണ്. അപ്പൊ എന്ത് ചെയ്യണം? ഇങ്ങനെയുള്ള കാര്യങ്ങൾ പരിഗണിക്കണം, പരിശോധിക്കണം. അതിന് രണ്ട് കാര്യങ്ങൾ നമുക്ക് വേണം. അതിന് നമുക്ക് ഇത് ഈ വരും വരായകൾക്ക് നോക്കിക്കാണാൻ രണ്ട് കാര്യങ്ങൾ ആവശ്യമാണ്. എന്തൊക്കെയാ? ഒന്ന് ദീനുള്ള അറിവ്, ഒന്ന് ദീനിന്റെ വിധിവിലക്കുകളുള്ള. രണ്ടാമത്തേതെന്നുള്ളത് എന്താണ്? പരിചയ സമ്പത്ത്. രണ്ടാമത്തത് പരിചയ സമ്പത്ത്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? പ്രായമുള്ളവര് അല്ലേ, അൽബറക്കത്തു ഇന്ദ മാ അകാബിരിക്കും, അൽബറക്കത്തു മാ അകാബിരിക്കും. നിങ്ങളുടെ ഉമ്മത്തിന്റെ സമൂഹത്തിന്റെ ബറക്കത്ത് നിങ്ങളിൽ ആരുടെ കൂടെയാണ്? നിങ്ങളിലെ മുതിർന്ന ആളുകളുടെ കൂടെയാണ് ഹദീസ് പഠിപ്പിച്ചതുകൊണ്ടാണ്. മുതിർന്ന ആളുകളാവുമ്പോൾ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളും ഒരുപാട് കാര്യങ്ങളുള്ളത് കൊണ്ട് അവർക്ക് ഈ ദീർഘവീക്ഷണം എന്ന് പറയുന്ന കാര്യം ഉണ്ടാവും. ശരി, ഇതിങ്ങനെ ചെയ്താൽ പിന്നെ ഇങ്ങനെ കാര്യങ്ങൾ അതിന്റെ പുറകിൽ ഇങ്ങനെ വരും, ഒരു വരിയായിട്ട് വരും എന്നുള്ള കാര്യം അവർക്കുണ്ടാവും. പക്ഷെ ചെറുപ്പക്കാരാണെങ്കിലോ ആവേശ കമ്മിറ്റി ആയിരിക്കും, ഭയങ്കര എടുത്തുചാട്ടായിരിക്കും. കണ്ടോ അത് ഹറാമല്ലേ, പിന്നെ അങ്ങനെ മിണ്ടാതിരിക്കാം, അങ്ങനെ പറയാതിരിക്കുക, അങ്ങനെ ഭയങ്കര ഇതായിരിക്കും. രക്തം തിളച്ചു നിൽക്കുന്ന സമയമാണ്. ഹറാമുകൾ കാണുമ്പോൾ രക്തം തിളയ്ക്കണം, ഗൈറത്ത് വേണം, അതല്ല വിഷയം. പക്ഷെ എന്ത് ചെയ്യണം? ഈ ഒരു മസ്ലഹത്ത്, അതിനെ മസ്ലഹത്ത് നോക്കാന്ന് പറയാം. അത് നോക്കണം, വരും വരാകളൊക്കെ നോക്കണം. ചിലപ്പോൾ വളരെ നല്ല കാര്യമായിരിക്കാം. നമ്മൾ പറഞ്ഞില്ലേ, ഒരു ഹറാമ് തടയാണ്. അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും കുറച്ചുകൂടി നല്ലൊരു നിലപാടിലേക്ക് നമ്മളിപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പല സന്ദർഭങ്ങൾ പറഞ്ഞാണ്, എന്നാലും പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് പറയാം. നമ്മുടെ ആളുകൾ തന്നെ പലരും 2 പെരുന്നാളുകൾ സൗദിയോടൊപ്പം തന്നെ ആഘോഷിക്കണമെന്ന് പറയുന്ന ആളുകളുണ്ട്. അത് അവർ പറയുന്ന ആ മസല നിങ്ങൾ എടുത്തു നോക്കി. ശരിക്കും മസല ഞാൻ പഠിച്ചാണ് മസല, പല പണ്ഡിതന്മാരോടും ചോദിച്ചതാണ്. അവരൊക്കെ പറയുന്ന ആ മസല എന്ന് വെച്ചാൽ സൗദിയോടൊപ്പം എന്ന് വെച്ചാൽ നാട്ടുകാരെല്ലാം എന്ന് വെച്ചാൽ എല്ലാ നാട്ടുകാരും ഒരുമിച്ച് ഒരു സമയത്ത് തന്നെ പെരുന്നാൾ ആഘോഷിക്കുക എന്ന് പറയുന്നത് അതാണ് ഏറ്റവും നല്ല നിലപാട്, അഫ്ളലായ കാര്യമാണ്, അഫ്ളലായ കാര്യമാണ്. പക്ഷെ അവർ പറയുന്നത് ഈ അഫ്ളലായ കാര്യം നമ്മുടെ നാട്ടിലെ ഇന്നത്തെ സാഹചര്യത്തിൽ പറയുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്, മഫ്സദത്ത് ഉണ്ടാവുന്നുണ്ടോ എന്ന് അവർ ചോദിക്കുന്നു. നമ്മൾ ആലോചിച്ച് നോക്കിയേ, ഈ പെരുന്നാള് അങ്ങനെ കഴിച്ചത് കൊണ്ട് മാത്രം എനിക്കറിയാം വ്യക്തിപരമായി, നിങ്ങൾക്കും അറിയായിരിക്കും, എത്ര ആളുകളാണ് സലഫിയത്തിനോട് താല്പര്യമുണ്ടായിരുന്ന, സലഫിയത്തിലേക്ക് അടുത്ത് വന്നിരുന്ന ആളുകൾ എത്ര ആളുകൾ അകന്നുപോയത്? എത്ര ആളുകളുണ്ട്? ഒരാളുടെ ദീൻ ഹിദായത്ത് സലഫിയത്ത് സംരക്ഷിക്കുന്നതിനേക്കാൾ വലുതല്ല എന്ത്? ഒരു അഫ്ളലായൊരു നിലപാട് സ്വീകരിക്കുന്നത് അതിനേക്കാളും വലിയ മസ്ലഹത്തല്ല. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ സാഹചര്യത്തിൽ ആഘോഷിക്കുന്നത് ഹറാമാണെന്ന് പറയുന്നത് കൊണ്ടാണ്. എന്തുകൊണ്ടാണ്? ഇത് അഫ്ളലല്ലാത്തതുകൊണ്ടല്ല, ഇതിന്റെ പുറകിൽ ഇത്രയും വലിയ മഫ്സദത്തുള്ളതുകൊണ്ടാണ്. ഈ ഒരാൾ നമ്മൾ ശ്രദ്ധിക്കണേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്താ? നമ്മളെ കൊണ്ട് ഒരാൾക്ക് നിന്നെ കൊണ്ട് ഒരാൾക്ക് ഹിദായത്ത് കിട്ടുക എന്നുള്ളത് എന്തിനേക്കാളും നിനക്ക് നല്ല ഹൈറാണ്, ചുവന്ന ഒട്ടകം കിട്ടുന്നതിനേക്കാളും. ചുവന്ന ഒട്ടകം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചുവന്ന ഒട്ടകം പറഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ വില മനസ്സിലാവില്ല. നിങ്ങൾക്ക് മനസ്സിലാണെങ്കിൽ എന്ത് പറയണമെന്ന് അറിയോ? എന്താ പറയാ, ബെൻസെന്നോ BMW എന്നുവെച്ചാൽ ദുനിയാവിലുള്ള ഏറ്റവും നല്ലൊരു കാറ്, മുന്തിയനം കാറ്. ആ കാറ് അല്ലെങ്കിൽ ആ കാറെന്നല്ല, ആ കാറിന്റെ അത്രയും സമ്പത്ത് എത്ര ഉണ്ടാവും? 50 ലക്ഷമോ 75 ലക്ഷമോ അതിനൊക്കെ ഓരോന്നിന്റെ വില. അത്രയും സമ്പത്ത് നിനക്ക് കിട്ടുന്നതിനേക്കാൾ നിനക്ക് ഹൈറാണെന്ത്? ദുനിയാവിലും ആഖിറത്തിൽ എന്ത്? നിന്നെ കൊണ്ട് ഒരാൾക്ക്, ശ്രദ്ധിക്കണേ, കുറേ പേർക്ക് വേണമെന്നൊന്നുമില്ല,
നിന്നെ കൊണ്ട് ഒരാൾക്ക് ഹിദായത്ത് കിട്ടുന്നു. ഇതേപോലെ അപകടം പിടിച്ച കാര്യമാണെന്ത്? നമ്മളാൽ, നമ്മുടെ ഏതെങ്കിലും പ്രവർത്തനത്താൽ ഒരാൾ ഹിദായത്ത് നഷ്ടപ്പെടുന്നത് ഇതുപോലെ അപകടം പിടിച്ച കാര്യമാണ്. നാളെ റബ്ബിന്റെ അടുക്കൽ ഒന്നും നിൽക്കും. അവൻ പരാതി പറയും, റബ്ബേ ഇവനിങ്ങനെ അവിടെ പെരുന്നാൾ കഴിച്ച് അതുകൊണ്ടാണ് എനിക്ക് എന്ത് ചെയ്തത്, അല്ലെങ്കിൽ ഇന്നെന്നെ കാര്യം ചെയ്ത് അതിലെനിക്ക് ഇങ്ങനെ വിഷയങ്ങളുണ്ടായി, അതുകൊണ്ടാണ് ഞാൻ റബ്ബേ ഇതിൽ നിന്ന് തെറ്റിപ്പോയത് എന്ന് നമ്മുടെ നേരെ കൈ ചൂണ്ടിക്കഴിഞ്ഞാൽ നമ്മൾ പെടും, ഉറപ്പാണ്. ഞാൻ 2 പെരുന്നാൾ അങ്ങനെ ചെയ്തു പോയിട്ടുണ്ട്. കാരണം അഫ്ദൽ അതാണെന്ന് ആ തുടക്കത്തിൽ നമുക്ക് പണ്ഡിതന്മാരോട് സംസാരിക്കേണ്ട വിഷയമുള്ളൂ. പക്ഷെ ആ വിഷയം സംസാരിച്ചില്ല, ബന്ധപ്പെട്ടില്ല. 2 പെരുന്നാളുകൾ അങ്ങനെ കഴിഞ്ഞുപോയി. പിന്നീട് അവരോട് ആ വിഷയം സംസാരിക്കുമ്പോഴാണ് അവരെന്ത് ചെയ്യുന്നത്, ഇങ്ങനെ പല വിഷയങ്ങളുണ്ട് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മൾക്ക് പഠിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, പ്രായമുള്ള എന്ന് വെച്ചാൽ ഈ ഹദീസിൽ പറഞ്ഞാൽ ബറക്കത്ത് മാ അകാബിരിക്ക് എന്ന് പറയുന്ന ഹദീസ് ഉണ്ടല്ലോ, അതിൽ അകാബിർ എന്ന് പറയുന്ന ആളുകൾ ആരാ? പ്രായം മാത്രം കൂടിയ ആളുകളല്ല. അങ്ങനെയാണെങ്കിൽ ഏറ്റവും പ്രായമുള്ള ഒരാളെ പിടിച്ചിട്ട് അയാളുടെ ദീനിന്റെ വിഷയങ്ങളൊക്കെ ചോദിക്കുന്നതിൽ കാര്യമില്ലല്ലോ. പ്രായം കൂടുതലും അതുപോലെ തന്നെ എന്തും വേണം, ദീനിൽ അങ്ങേയറ്റം അറിവും വേണം. എന്നുവെച്ചാൽ അറിവിലും മുതിർന്നവരായിരിക്കണം, പ്രായത്തിലും മുതിർന്നവരായിരിക്കണം. അപ്പോഴാണ് എന്ത് വരിക, ഈ മസ്ലഹത്ത് മുസ്ലഹത്തൊക്കെ നോക്കിക്കാണാൻ കഴിയും. അങ്ങനെ അവരുമായിട്ട് സംസാരിച്ചപ്പോൾ അവരെന്ത് പറഞ്ഞു, ഇതിൽ നിന്ന് പരസ്യമായി തൗബ ചെയ്യാൻ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ആ വിഷയം പരസ്യമായിട്ട് പല സ്ഥലങ്ങളിലും ഇപ്പൊ ഈ സംസാരിക്കുന്നവരും ആ തൗബയുടെ ഭാഗമായിട്ടാണ്. കാരണം ഇല്ലല്ലതിനെ താബു വാസ്ലഹു ബയ്യനു, ഞാൻ കേടുവരുത്തി ഞാൻ തന്നെ നന്നാകാൻ എന്റെ ബാധ്യതയാണ്, എനിക്കത് പറഞ്ഞേ പറ്റൂ. അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഇവരുടെ അടുക്കൽ ആ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ഞാൻ കുടുങ്ങിപ്പോവും, എന്റെ പലതും അവർക്ക് കൊടുക്കേണ്ടി വരും. അവരുടെ ഹിദായത്തിന് പകരമായിട്ട് ഞാൻ പലതും അവർക്ക് നൽകേണ്ടി വരും. അതിന് ഒരു പരിഹാരമായിക്കൊണ്ട്, പ്രായശ്ചിത്തമായിക്കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, പരസ്യമായി ചെയ്ത ഒരു തിന്മ പരസ്യമായി തന്നെ സംസാരിക്കുക, അതിനെപ്പറ്റി ചർച്ച ചെയ്യുക ചെയ്യുന്നത്. അതുകൊണ്ടാണ് എനിക്ക് റബ്ബിന്റെ അടുക്കൽ ഒരു ഉദരവാണ്. റബ്ബിന്റെ അടുക്കൽ എനിക്ക് പറയാൻ പറ്റണം, റബ്ബെ അങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചു പോയിരുന്നു, പക്ഷെ ഞാനത് തെറ്റാണെന്നും അതങ്ങനെ ചെയ്യുന്നത് എനിക്ക് പറ്റിയൊരു അബദ്ധമാണെന്നും അത് പണ്ഡിതന്മാർ സംസാരിച്ചപ്പോൾ തെറ്റ് ബോധ്യപ്പെട്ടെന്നും അത് ഞാൻ പരസ്യമായി സംസാരിച്ചിരുന്നെന്നും അത് കാരണത്താൽ എനിക്ക് ഇവരോട് ബാധ്യത ഇല്ലെന്ന് എനിക്ക് റബ്ബിന്റെ മുന്നിൽ പറയാൻ പറ്റണം. അല്ലാത്തടത്തോളം ഞാൻ പെട്ടുപോകും. കാരണം ഒരാളുടെ ഹിദായത്തിന്റെ വിഷയം എന്ന് പറയുന്നത് അത്രയും ഗൗരവമുള്ള വിഷയമാണ്. നമ്മുടെ ദഅവത്ത് കാരണത്താൽ ഒരാളുടെ ഹിദായത്ത് നഷ്ടപ്പെടാൻ പാടില്ല. നമ്മുടെ ദഅവത്ത് കാരണത്താൽ നമ്മുടെ ദഅവത്തിൽ നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട മസ്ലഹത്ത് അതാണ്, ആളുകളുടെ ഹിദായത്ത് എന്നുള്ളതാണ്. സലഫി ദഅവത്തിൽ ഏറ്റവും അടിസ്ഥാനം എന്നുള്ളത് ആളുകളുടെ നമ്മുടെ ആളുകളുടെ അവരുടെ ദീന് ഹിദായത്ത് എന്നുള്ള കാര്യം, ഇതാണ് ഏറ്റവും വലിയ മസ്ലഹത്ത്. ഇത് നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്കിയൊക്കെ മാറ്റിവെക്കും, എല്ലാം മാറ്റിവെക്കും. അഫ്ദലായ നിലപാടായിക്കോട്ടെ, റാജിഹ് ആയിക്കോട്ടെ, ഒക്കെ എന്നാലും നമ്മൾ എന്ത് ചെയ്യും, അത് മാറ്റിവെക്കും. കാരണം ഇതാണ് ഏറ്റവും വലിയ മസ്ലഹത്ത്. ഇത് നഷ്ടപ്പെടുമെങ്കിൽ നമ്മൾ ബാക്കി ഒന്നും ഒരു കാര്യം ചെയ്യില്ല. നോക്കണം നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിലപാടാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാതിരുന്നിട്ടുണ്ട്. അഫ്ളലായിട്ടുള്ള, അത് അഫ്ളലാണെന്നുള്ളതിൽ ഇജ്മാ ഉള്ള ഒരുപാട് കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കണം. ഏറ്റവും ശക്തിയുള്ള, ഏറ്റവും ധൈര്യമുള്ള, ഏറ്റവും അധികം ചിന്തിക്കാൻ കഴിവുള്ള, എല്ലാ കാര്യത്തിലും കൂടുതൽ ദീർഘവീക്ഷണമുള്ള അള്ളാഹുവിന്റെ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാതിരുന്നിട്ടുണ്ട്. ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. കഅബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് അത് പണിയപ്പെട്ടിരുന്നത് ഖവായിദ് ഇബ്രാഹിമിലല്ല. ഇബ്രാഹിം അലൈഹി ഇസ്ലാം പണിത 4 സ്തംഭങ്ങളുണ്ട്, 4 തൂണുകൾ. അതാണ് അതിന്റെ ശരിക്കുള്ള അള്ളാഹ് നിശ്ചയിച്ചു കൊടുത്ത അതിർവരമ്പ്. അതാണ് കഅബയുടെ അള്ളാഹ് നിശ്ചയിച്ചു കൊടുത്ത ഈ അതിർവരമ്പിലായിട്ടായിരുന്നില്ല ആര് പണിതത്. പക്ഷെ നബി കാലഘട്ടത്തിൽ 25 വയസ്സുണ്ടായിരുന്നപ്പോ പ്രളയം വന്ന് ഇത് പൊളിഞ്ഞു വീഴാറായപ്പോ ഇവർ പുനർനിർമ്മിച്ചു, വീണ്ടും പുതുക്കി പണിതപ്പോ ഖവായിദ് ഇബ്രാഹിമിലായിട്ടല്ല നിർമ്മിച്ചത്. അത് ശരിയല്ലെന്നും അഫ്ളല് എങ്ങനെ തന്നെയാണെന്നുള്ളതിൽ ആർക്കും തർക്കമില്ല ഉലമാക്കൾക്കറിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പുതുക്കി പണിതില്ല, സാധിക്കുമായിരുന്നിട്ടും. എന്താ കാരണം പറഞ്ഞത് അറിയോ? എന്താ പറഞ്ഞത്? മുഹമ്മദ് കഅബ പൊളിക്കുന്നു എന്നൊരു വാർത്ത എന്ത് ചെയ്യും, ആളുകൾക്കിടയിൽ പ്രചരിക്കും. അങ്ങനെ പ്രചരിച്ച എന്താ പ്രശ്നം? പ്രശ്നം എന്താ? ആളുകൾ ദീനിലേക്ക് വരുന്നതിന് തടസ്സമാവത്. ആളുകൾ എത്രയോ ശിർക്കിൽ കടന്നിരുന്ന ആളുകൾ പോലും ആദരിച്ചിരുന്ന ഒരു കാര്യമാണ് എന്ത്, കഅബ എന്നുള്ളത്.
ഇത്രയും ആദരണീയമായ ഒരു കാര്യത്തെ മുഹമ്മദ് പൊളിക്കുന്നുണ്ടെങ്കിൽ മുഹമ്മദിന്റെ ദീൻ ശരിയില്ല എന്ന് ആളുകൾ കരുതും, ഉറപ്പാണ്. അത്രയും ആളുകളുടെ ഹിദായത്ത് അത് പോണപ്പോട്ടെ, ഇത് ഏറ്റവും അഫ്ളലാണെന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തില്ല. അത് അങ്ങനെ ചെയ്യാൻ പാടില്ല. നോക്കണം, ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ മറ്റൊരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ചെയ്ത മറ്റൊരു നിലപാടാണെന്ത്, മുനാഫിഖീങ്ങൾ അല്ലേ, ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ, നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലാണെന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങൾക്ക് ഇവരെ കൊണ്ടുണ്ടായ ഷർറ് പോലെ വേറൊരു കൗമിനെ കൊണ്ടുണ്ടായിട്ടില്ല. അത്രയും ഷർറും ഫസാദും ഫിത്തിനെ ഉണ്ടാക്കുന്ന അവരിലെ പലരുടെയും പേര് അള്ളാഹ് അറിയിച്ചു കൊടുത്തിട്ടും അവർക്ക് ഹദ് നടപ്പാക്കാതിരുന്ന, അവരെ വധിച്ചു കളയാതിരുന്നത് എന്തുകൊണ്ടാണ്? അത് അഫ്ളലാണെന്നുള്ളിൽ തർക്കമില്ല മുസ്ലിം പണ്ഡിതന്മാർക്കിടയിൽ. അങ്ങനെ ചെയ്യുന്നത്, ആ കാര്യം ചെയ്യുന്നത്, ഹദ് നടപ്പിലാക്കുന്നത്, പക്ഷെ അത് മാത്രം എടുത്ത് നോക്കുമ്പോൾ, പക്ഷെ അത് ചെയ്തു കഴിഞ്ഞാൽ എന്നുവെച്ചാൽ എന്ത് പ്രശ്നം ഉണ്ടാവുമെന്നറിയോ? എന്താ കാരണം എന്തെന്നറിയോ? മുനാഫിക്കുകൾ മുസ്ലിമീങ്ങളായിട്ടാണ് ജീവിക്കുന്നത്. പ്രത്യക്ഷത്തിൽ ആളുകൾക്കൊക്കെ ഇവർ നോക്കിക്കാണുമ്പോൾ ഇവരൊക്കെ മുസ്ലിമീങ്ങളാണ്. ശ്രദ്ധിക്കണേ, മുനാഫിക്കുകൾ കാഫിറുകളെ പോലെയല്ല, വേറെ തന്നെ കാഫിറായി പറയും, കുഫർ തന്നെ പ്രത്യക്ഷ പ്രകടമാക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. മുനാഫിക്ക് എന്ന് പറഞ്ഞാൽ കുഫർ ഉള്ളിൽ ഒളിപ്പിച്ച് മുസ്ലിമായി നടിക്കുന്ന ആളുകൾ. അപ്പൊ പുറമേക്ക് മറ്റൊരു സമൂഹത്തിൽ നിന്ന് പുറത്തുനിന്ന് നോക്കിക്കാണുമ്പോൾ ഇവരൊക്കെ മുസ്ലിമീങ്ങളാണെന്നാണ് അവർക്ക് തോന്നുക. ആ രൂപത്തിലാണ് നിസ്കാരത്തിന് വരും, വല്ലപ്പോഴൊക്കെ ആണെങ്കിലും നിസ്കരിക്കും, ജിഹാദിൽ പോലും പങ്കെടുക്കും. ശ്രദ്ധിക്കണേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കൊന്നിരുന്നെങ്കിൽ പുറമേ നോക്കിക്കാണുന്ന ആളുകൾ എന്താ കരുതുക? മുഹമ്മദ് അവന്റെ കൗമിൽപ്പെട്ടവരെ കൊല്ലുകയാണ്, പിന്നെ നമ്മൾ പോയാൽ നമുക്ക് അവിടെ സേഫ്റ്റി ഉണ്ടാവുമെന്ന് ചിന്തിക്കുക. മനസ്സിലായോ? അവിടെ ഒരുപാട് ആയിരക്കണക്കിന് ആളുകളുടെ ഹിദായത്താണ് അവിടെ എന്ത് ചെയ്യുക, അതുകൊണ്ട് തടസ്സാവുക, നഷ്ടാവുക. ഇത് അഫ്ളലായിട്ടും അത് ഉപേക്ഷിക്കാണ് ചെയ്തിട്ടില്ല. അപ്പൊ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ. ദഅവത്തിന് എന്ന് വെച്ചാൽ ചുരുക്കത്തിൽ ഇത്രയേ ഉള്ളൂ, നമ്മളെ കൊണ്ട്, നമ്മുടെ ദഅവത്ത് കൊണ്ട് ഒരാളുടെ ഹിദായത്ത് നഷ്ടപ്പെടുക എന്ന് പറയുന്നത് അത് നമ്മൾ ഏറ്റവും ആഖിറത്തിൽ നമ്മൾ ഏറ്റവും അധികം പേടിക്കേണ്ട കാര്യമാണ്. കാരണം റബ്ബത് വിട്ട് തരൂല, നമ്മൾ ഉറപ്പിച്ചോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, ദുനിയാവിൽ കൊമ്പുള്ള ഒരാട് കൊമ്പില്ലാത്ത ഒരാടിനെ അന്യായമായി കുത്തിയിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് ആടുകൾ അള്ളാഹ് ഖിയാമത്ത് നാളിൽ കൊണ്ടുവരും. എന്നിട്ട് എന്ത് ചെയ്യും? കൊമ്പില്ലാത്ത ആടിന് കൊമ്പ് കൊടുത്തിട്ട് ഈ കുത്തിനെ തിരിച്ച് കുത്തിയിട്ടേ അവർ പറഞ്ഞേക്കുള്ളൂ. അതുപോലും സൃഷ്ടികളുടെ കാര്യത്തിൽ റബ്ബ് വിട്ടു തരൂലെങ്കിൽ ഹിദായത്തിന്റെ കാര്യത്തിൽ ഗൗരവമാണ്. പക്ഷെ ഒരാൾ നമ്മളെ കൊണ്ട് ദീനം തന്നെ അയാൾ തിരിഞ്ഞു പോവുകയാണെങ്കിൽ അവൻ ആ കാര്യത്തിന് ഹിദായത്തിന് റബ്ബിന്റെ അടുക്കൽ നമ്മളെ ചൂണ്ടി കണക്ക് പറഞ്ഞാൽ നമ്മൾ എന്താ കൊടുക്കാനുള്ളത്? പകരം കുടുങ്ങിപ്പോകും. അതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും അധികം എന്ന് വെച്ചാൽ നമ്മുടെ ഈ വടക്കഞ്ചേരി മർക്കസില് 2-3 ആളുകൾ എൻ്റെ പരിചയത്തിൽ തന്നെ ഇങ്ങനെ ഈ 2 പെരുന്നാൾ ആഘോഷിച്ചതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് സലഫിയത്തിനോട് താല്പര്യം വന്നിരുന്ന ആളുകൾ തിരിഞ്ഞു പോയിട്ടുണ്ട്. ആ 3 ആളുകളുടെ വിഷയത്തിൽ ഞാൻ പേടിക്കുന്നത് പോലെ ഞാൻ ദുനിയാവിൽ വേറൊരു കാര്യത്തെപ്പറ്റി ഞാൻ പേടിക്കുന്നില്ല. അതിലേതെങ്കിലും ഒരാൾ എൻ്റെ നേരിലേക്ക് വിരൽ ചൂണ്ടിയാൽ ഞാൻ പെട്ടു, ഉറപ്പാണ്. എനിക്ക് കുറേ അമലുകൾ ഉണ്ടായാലും അവരുടെ ഹിദായത്തിന് പകരം കൊടുക്കാൻ മാത്രം എൻ്റെ ഒന്നുമില്ല. ഹിദായത്തിന് ഏറ്റവും വലിയ അനുഗ്രഹം നിഅമത്ത്. അതിന് പകരം ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് കൊടുത്താലോ തികയില്ല. അപ്പൊ ഞാൻ ഏറ്റവും അധികം പേടിക്കുന്നതും ദുആ ചെയ്യുന്നതും അവർ ഹിദായത്തിലേക്ക് മടങ്ങി വരും, സലഫിയത്തിലേക്ക് മടങ്ങാനും എൻ്റെ ഈ സംസാരമൊക്കെ അതിനുള്ള പ്രായശ്ചിത്തമാകാനൊക്കെ വേണ്ടിയിട്ടാണ്. ഏറ്റവും അധികം പേടിക്കുന്ന കാര്യം ഇതാണ്. നമ്മൾ ഏറ്റവും അധികം ദഅവത്തിൽ ശ്രദ്ധ കൊടുക്കേണ്ട ഈ വിഷയത്തിനാണ്. നമ്മൾ ദഅവത്തിന് എന്തിനാ? ആളുകൾ ഹിദായത്ത് കിട്ടാനല്ലേ. നമ്മുടെ ദഅവത്തുണ്ട് ഒരാൾക്ക് ഹിദായത്ത് നഷ്ടപ്പെട്ടാലോ അതെന്ത് ദഅവത്താണ്? ശ്രദ്ധിക്കണേ, നമ്മൾ ദഅവത്തിന് എന്തിനാ? ആളുകൾക്ക് ഹിദായത്ത് കിട്ടാത്തവർക്ക് ഹിദായത്ത് കിട്ടാനല്ലേ. നമ്മുടെ ദഅവത്തിന്റെ റിസൾട്ടായിട്ട് ഒരാൾക്ക് ഹിദായത്ത് നഷ്ടപ്പെട്ടാലോ അതൊരിക്കലും ശരിയായ ദഅവത്തല്ല. മനസ്സിലാക്കണം, അതൊരിക്കലും ശരിയായ ദഅവത്തല്ല. വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പൊ ഈ ഹിദായത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 1-2 കാര്യങ്ങൾ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഹിദായത്ത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് ലോകത്തുള്ള എല്ലാ നാട്ടുകാരല്ല, നമ്മുടെ കൂടെയുള്ളവരാണ്. നമ്മുടെ കൂടെയുള്ളവരാണ്. നമ്മുടെ കൂടെയുള്ളവർക്കിടയിൽ ഫിത്ന ഉണ്ടാവുന്ന പല കാര്യങ്ങളും, അവർക്കിടയിൽ ശുഭഹത്തുകളാവുന്ന പല കാര്യങ്ങളും, ഇത് വളരെ ഗൗരവത്തിലെടുക്കേണ്ട വിഷയമാണ്. അതൊരു തരത്തിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല,
അലംഭാവം കാണിക്കാൻ പാടില്ല. നമ്മളിപ്പോ ഉദാഹരണത്തിന് ഇപ്പോ ഈ വിഷയം തന്നെ പെരുന്നാൾ വിഷയം സംസാരിക്കുന്നത് ആ ഒരു ലക്ഷ്യം മാത്രം വെച്ചുകൊണ്ട്, കാരണം നമ്മുടെ കൂടെ നിന്നിരുന്ന ആളുകളാണ് എന്ത് ചെയ്യുന്നത് എന്നുവെച്ചാൽ, നമ്മൾ ശ്രദ്ധിച്ചു, പണ്ഡിതന്മാർ പറയാറുണ്ട്, നമ്മൾ ലാഭത്തേക്കാൾ ശ്രദ്ധിക്കേണ്ട എന്തിനാ കച്ചവടത്തിൽ എല്ലാ കച്ചവടക്കാർക്കും അറിയുന്ന കാര്യം, നമ്മൾ ലാഭത്തിനേക്കാൾ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യുന്നതിനാ നമ്മുടെ മുതൽ മുടക്കിനാണ്. അതുപോലെ തന്നെ നമ്മുടെ കൂടെയുള്ള ആളുകളുടെ ഹിദായത്ത് നഷ്ടപ്പെട്ടു പോകുന്നത് ഒരു തരത്തിലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, കണ്ടു നിൽക്കാൻ പാടില്ല. അതിനുവേണ്ടി നമുക്ക് അതാണ് സലഫി ദഅവത്തിന്റെ ഏറ്റവും മർമ്മപ്രധാന ഭാഗം, അതാണ് മുതൽ മുടക്ക് സംരക്ഷിക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ടേ പിന്നെ ലാഭത്തിലേക്ക് നോക്കുള്ളൂ. ശ്രദ്ധിക്കണേ, മുതൽ മുടക്ക് എന്നുവെച്ചാൽ നമ്മുടെ ഉള്ളിൽ നമ്മുടെ ആളുകൾക്കിടയിൽ പ്രചരിക്കുന്ന എന്തെങ്കിലും ശുഭത്തുകൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ ക്ലിയർ ആക്കി കൊടുക്കാൻ നമുക്ക് സാധിക്കില്ല. അതിന്റെ ആളുകളെ കൊണ്ടുവന്നു വെച്ചാൽ ആ നമ്മുടെ ആളുകൾക്കിടയിൽ സലഫിയത്ത് ക്ലിയർ ആയിരിക്കണം, കറുപ്പില്ലാത്ത രൂപത്തിലായിരിക്കണം. അവിടെ നിന്ന് ഇവിടുന്ന് പല ഫിത്തനകൾ വരുമ്പോൾ നമ്മുടെ ആളുകൾക്ക് ആ വിഷയത്തിൽ നിലപാടിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്നിപ്പോ ഈ കുറച്ച് ദിവസങ്ങളായി ഏറ്റവും അധികം പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഫിത്തനയാണ് ഉദുർബിൽ ജഹലിന്റെ ഫിത്തന, തക്ഫീറിന്റെ ഫിത്തന. ഇത് കോട്ടക്കലിൽ ഒരാള് ഏതോ ഒരാള്, ആരാണെന്ന് എന്താണെന്ന് ഒന്നും അറിയില്ല, അങ്ങനത്തെ ഒരാൾ പെട്ടെന്നൊരു ദിവസം വന്നിട്ട് അയാൾ മുഴുവൻ ഈ വിഷയം മാത്രം സംസാരിക്കുന്നു. അയാളുടെ സംസാരത്തിൽ ചുരുക്കം എന്താണെന്നറിയോ? അയാളുടെ സംസാരത്തിൽ ചുരുക്കത്തിലേ ഉള്ളൂ, അയാളുടെ കൂടെ നിൽക്കാത്തവരൊക്കെ കാഫിറുകളാണ്. ഇങ്ങനൊരു ഫിത്തന നമ്മൾക്കിടയിൽ പ്രചരിപ്പിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. അത് നമ്മുടെ ആളുകൾക്ക് അത് പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. ഒന്നാമത് അങ്ങനെയുള്ള ആളുകളുടെ സംസാരം തിരിഞ്ഞു നോക്കേണ്ടതില്ല. ആരാണ് ഫൻദുറു അമ്മൻ തഖുദൂന ദീനക്കും, നിങ്ങൾ ദീൻ എടുക്കുന്ന ആരെന്നാ നോക്കണം. കാലമുള്ള കാല റസൂൽ പറയുന്ന എല്ലാവരും ദീൻ എടുക്കരുത്. ദീൻ എടുക്കുന്നതിൽ വളരെ സൂക്ഷ്മത വേണം. അല്ലെ, ഏതെങ്കിലും ഒരാൾ MBBS സർട്ടിഫിക്കറ്റ് വീട്ടിന്റെ മുകളിൽ തൂക്കിന്ന് വെച്ചിട്ട് നമ്മൾ ഓടിച്ചെന്ന് അവിടെ എന്ത് ചെയ്യില്ല, ചികിത്സയ്ക്ക് പോവില്ലല്ലോ, ഇല്ല. എത്ര പേരോട് അന്വേഷിക്കും, എത്ര പേരോട് ചോദിക്കും? അതിനേക്കാൾ ഗൗരവമുള്ള വിഷയമല്ലേ നമ്മുടെ ദീൻ എന്നുള്ളത്. കാലമുള്ള കാല റസൂൽ പറയുന്ന എല്ലാവരുടെയും കേൾക്കാൻ പാടില്ല. ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്തെ കാര്യം, ഈ വിഷയം എന്ന് പറയുന്നത് ഇത് നമ്മളെ ബാധിക്കുന്ന വിഷയമേ അല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്രയേ ഉള്ളൂ, നമുക്ക് അള്ളാഹുവും അവരുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒരു കാര്യം ഷിർക്കാണെന്നോ കുഫറാണെന്നോ പറഞ്ഞത് നമുക്ക് വ്യക്തമായി അറിയാം. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇത് ഷിർക്ക് തന്നെയാണ്, കുഫർ തന്നെയാണെന്ന് നമുക്കറിയാം. അത് നമുക്ക് അറിയുന്ന ഒരാൾ അത് ചെയ്തു നമുക്ക് ഉറപ്പുണ്ട്. നമ്മുടെ മുന്നിൽ ഇന്ന ആള് അല്ലെങ്കിൽ ഇന്ന വ്യക്തി, അയാളുടെ വിഷയത്തിൽ മാത്രം ബാധിക്കുന്ന, അയാൾ കാഫറായി പോകുന്നുള്ള വിഷയമല്ലാതെ ബാക്കിയുള്ളവർ ബാധിക്കുന്ന വിഷയമേ അതിൽ വരുന്നില്ല. ബാക്കിയുള്ളവരെ സംബന്ധിച്ച് നമ്മൾ അവരോട് ചിലപ്പോൾ ചോദിക്കില്ല. ബാക്കിയുള്ള ആളുകളെ സംബന്ധിച്ച് ചിലപ്പോൾ നമ്മളോടും ചോദിക്കില്ല. ഇവർ പറയുന്ന എന്താ, കേരളത്തിലെ എല്ലാ സമസ്തക്കാരും മുശ്രിക്കുകളാണ്, കാഫറുകളാണ്. അത് മാത്രമല്ല, അത് അത്രയും സ്റ്റോപ്പ് ചെയ്തില്ല. ഈ സമസ്തക്കാർ മുശ്രിക്കാണെന്ന് വിശ്വസിക്കാത്ത നമ്മുടെ നാട്ടിലെ ബാക്കിയുള്ള മോഹിദികൾ എല്ലാവരും, പക്ഷെ മൂപ്പര് കോഡില്ലാത്ത ഞാനും കെട്ടികളും പിന്നെ തട്ടാനും, ബാക്കി എല്ലാവരും കാഫറായി. ഇതാണ് അയാളുടെ ഫിത്ന. ഇത് നമ്മുടെ ആളുകൾക്കിടയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ നമ്മൾക്കിടയിലേക്ക് പ്രചരിച്ചുകൊണ്ടിരിക്കും ഒരു മുസ്ലിമിന്റെ ഫിത്ന. അവര് അവിടെ പോയി പഠിച്ചു, യമനിൽ പോയി പഠിച്ചു, ആ പണ്ഡിതന്റെ അടുക്കൽ പഠിച്ചു, അവർ സലഫിയത്താണ് പറയുന്നത്, സലഫിയത്തിനാണ് വിളിക്കുന്നത്, അവര് ദഅവത്ത് പറയുന്നത് അവർ സലഫിയത്തിന്റെ പേരിലാണ്, ഒക്കെ ശരിയാണ്. പക്ഷെ അവരിലേക്ക് ഒരാൾ എത്തിപ്പെട്ടാൽ, അവരുടെ മർക്കസിലേക്ക് ഇന്ന് പഠിപ്പിക്കുന്നുണ്ട്, അറിവ് പഠിപ്പിക്കുന്നുണ്ട്, ഖുർആൻ പഠിപ്പിക്കും, ഇങ്ങനെയൊക്കെ അവർ പറയുന്നുണ്ട്. അവരുടെ മർക്കസിലേക്ക് ഒരാൾ എത്തിപ്പെട്ടാൽ പിന്നെ അവന്റെ സലഫിയത്തിന്റെ അവസ്ഥ എന്താ? എത്ര വലിയ ഉലമാക്കളാണ് പച്ചയ്ക്ക് ചീത്ത വിളിക്കാൻ തുടങ്ങുന്നത്. ഒന്നും അറിയാത്തൊരുത്തൻ, അവനിപ്പം നിസ്കാരത്തിന് ശുറൂത്തുകൾ ചോദിച്ചാൽ അറിയില്ല, പക്ഷെ പല പണ്ഡിതന്മാരും ചീത്ത വിളിക്കാൻ അറിയാം. ഇതാണ് അവരുടെ ദഅവത്തിന്റെ കോലം. ഇങ്ങനെയുള്ള ആളുകൾ നമ്മൾ താക്കീത് ചെയ്യണം. കാരണം നമ്മൾ പറഞ്ഞു, നമ്മൾക്ക് മുതൽ മുടക്കാണ് വലുത്. നമ്മുടെ കൂടെയുള്ള ആളുകളുടെ സലഫിയത്ത്, അതാണ് നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട കാര്യം. നമ്മുടെ കയ്യിൽ ഏറ്റവും വലിയ സമ്പത്ത്. നമ്മുടെ കൂടെയുള്ള ആളുകളുടെ എണ്ണപ്പെരുപ്പ് നിങ്ങൾ നോക്കണ്ട, അവരുടെ കയ്യിലുള്ള പൈസ നിങ്ങൾ നോക്കണ്ട, അവരുടെ പുറകിൽ അവർക്കുള്ള സ്വാധീനം ഒന്നും നോക്കണ്ട. നമ്മൾക്ക് ഏറ്റവും അധികം നമ്മുടെ ദഅവത്ത് ശ്രദ്ധിക്കണം നമ്മുടെ കൂടെയുള്ള ആളുകളുടെ സലഫിയത്താണ്. അത് ഒരു കലർപ്പില്ലാതെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും നല്ല രൂപത്തിൽ ഏറ്റവും നല്ല സമൂഹമായിട്ട് ഖിയാമത്ത് നാൾ വരെ മുന്നോട്ട് പോകും. ഒരാളെയും പേടിക്കേണ്ടതില്ല, ഒന്നും തടസ്സാവില്ല.
അതിനുശേഷമാണ് പിന്നെ ബാക്കിയുള്ള ഒരു വിഷയം. അതിനുശേഷമാണ് പിന്നെ ബാക്കിയുള്ള ഒരു വിഷയങ്ങൾ. അപ്പൊ ഇങ്ങനെ നമ്മൾ എന്താ പറയാ, ഇങ്ങനെയൊക്കെ ഓരോ സംസാരങ്ങൾ സംസാരിക്കുമ്പോൾ നമുക്കറിയാം പല മസ്ലഹത്തുകൾ വരുന്നുണ്ട്. ഇപ്പൊ നമ്മള് പെരുന്നാൾ വിഷയം പറഞ്ഞു. അപ്പൊ അതിപ്പോഴും അതിൽ ആ നിലപാടിൽ തന്നെ തിരുത്താതെ തുടരുന്ന ആളുകൾ, അവർക്കതൊരെന്താണ്, ഒരു വിഷമം ഉണ്ടാക്കും. അതൊരു മസ്ലഹത്താണ്. പക്ഷെ ആ വിഷമത്തിനേക്കാൾ വലുതാണെന്ത്, ആളുകളുടെ ഹിദായത്ത് എന്നുള്ളത്. അതിനേക്കാൾ വലിയ മസ്ലഹത്ത് എന്ന് വെച്ചാൽ അവിടെ ഇവിടെയും കൂടിയും കുറഞ്ഞും വരുമ്പോ ചെറിയൊരു മസ്ലഹത്തും വലിയൊരു മസ്ലഹത്താണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? വലിയൊരു മസ്ലഹത്തിന് എടുക്കേണ്ടത്. മസ്ലഹത്ത് വളരെ ചെറുതും. ഇപ്പൊ ഉലൂമസന്റെ പേര് പറഞ്ഞു, അവിടേക്ക് ഒരാൾ പോകുന്നില്ല, ഇങ്ങനെ താക്കീത് ചെയ്തതിന് പിന്നെ ഒരാൾ അവിടേക്ക് പോകാതെ വരും. അതൊരു മസ്ലഹത്തല്ലേ? പക്ഷെ ആ മസ്ലഹത്തിനേക്കാൾ വലിയൊരു മസ്ലഹത്ത് ഇവിടെ ഉണ്ട്. എന്താണ്? ആളുകളുടെ സലഫിയത്ത് ശുദ്ധമായി തുടരും, കലർപ്പില്ലാതെ തുടരും. അപ്പൊ ഈ ഒരു വലിയ മസ്ലഹത്ത് ഇവിടെ ഉണ്ടാവുമ്പോൾ ഈ മസ്ലഹത്തിന് എന്ത് ചെയ്യണ്ട, പരിഗണിക്കേണ്ടതില്ല. ഉദാഹരണത്തിന് നോമ്പിന്റെ കാര്യം പറഞ്ഞു. നോമ്പ് ശരീരം ക്ഷീണിക്കുകയാണ്. ആ ക്ഷീണം എന്നുള്ള മസ്ലഹത്ത് അവിടെ ഉണ്ടാവുന്നുണ്ട്. എന്നാൽ പോലും എന്താവുന്നുണ്ട്, വലിയൊരു മസ്ലഹത്ത് അവിടെ ഉണ്ട്. അപ്പൊ ഈ ചെറിയ മസ്ലഹത്ത് എന്ത് ചെയ്യില്ല, പരിഗണിക്കൂല. മനസ്സിലായോ? അപ്പൊ മസ്ലഹത്ത് വളരെ ചെറുതും മസ്ലഹത്ത് വളരെ വലുതുമാണെങ്കിൽ അവിടെ മസ്ലഹത്ത് എന്ത് ചെയ്യേണ്ടതില്ല, പരിഗണിക്കേണ്ടതില്ല. മസ്ലഹത്തിനാണ്. അതുപോലെ തന്നെ തിരിച്ചും ചെറിയൊരു മസ്ലഹത്ത്, ഒരു അഫ്ളൽ ചെയ്യാന്ന് പറഞ്ഞാൽ വാജിബ് ചെയ്യുന്നതിന് അത്ര മസ്ലഹത്തൊന്നുമില്ല. ഒരു അഫ്ളലായ നിലപാട് ചെയ്യാന്ന് പറഞ്ഞാൽ വാജിബ് ചെയ്യാതിരുന്ന ശിക്ഷയൊന്നും കിട്ടൂല. അഫ്ളൽ ചെയ്യാതിരുന്ന ചെറിയൊരു മസ്ലഹത്ത്. പക്ഷെ അത് ചെയ്താലുണ്ടാവുന്ന മസ്ലഹത്തോ വളരെ വലുതുമാണ്. അങ്ങനെയാണെങ്കിൽ ആ മസ്ലഹത്ത് കണ്ടിട്ട് നമ്മളത് ചെയ്യരുത്. ഇതിങ്ങനെ കുറെ ഉദാഹരണങ്ങൾ പറയുന്നതിനേക്കാൾ നല്ലത് എന്താണെന്നറിയോ? നമ്മളെപ്പോഴും എന്ത് ചെയ്യുക, ഈ പറഞ്ഞ വിശ്വാസം പഠിപ്പിച്ച നെൽബറക്കത്തും ആ കാവിരിക്കും. ഇങ്ങനെയുള്ള ആളുകൾ ഇൽമ കൊണ്ടും പ്രായം കൊണ്ടും രണ്ടിലും കബീറായിരിക്കണം. ഒരാൾ കുറെ പ്രായമുണ്ട്, ഇൽമ കുറവാണെങ്കിൽ അയാളല്ല ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഒരാൾക്ക് കുറെ ഇൽമുണ്ട്, അയാൾക്ക് പ്രായം നല്ല കുറവാണെങ്കിൽ അയാളല്ല ഉദ്ദേശിക്കുന്നത്. പ്രായം കൂടണം, അതുപോലെ തന്നെ എന്ത് വേണം, ഇൽമും കൂടണം. ഇത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് താടി നരക്കാത്ത ആളുകളെ ദീന് പഠിപ്പിക്കാനോ സംസാരിക്കാനോ വിളിക്കാനോ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ ദീൻ പഠിപ്പിക്കുന്നത് നമുക്ക് അറിയുന്ന പഠിപ്പിക്കും. ഞാനൊക്കെ ചെയ്തത് എന്താന്ന് വെച്ചാൽ എന്റെ വകയായി എനിക്ക് തോന്നിയതായിട്ട് അല്ലെങ്കിൽ എന്റെ പോക്കറ്റുന്ന ഒരു കാര്യം ഞാൻ എന്ത് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് പറഞ്ഞു തരില്ല. അത് പറഞ്ഞു തരാൻ ആയിട്ടുമില്ല, എനിക്കതിന് കഴിയില്ല. അങ്ങനെ ചെയ്യണമെങ്കിൽ എനിക്കെന്ത് വേണം, ഖുർആൻ സുന്നത്ത് നേരിട്ട് എനിക്ക് എന്ത് ചെയ്യണം, ഹുക്കുമുകൾ പുറത്തിറക്കി ഇന്ന ആയത്ത് വാജിബിനെ അറിയിക്കുന്നുണ്ട്, ഇന്ന ആയത്ത്. അങ്ങനെ എനിക്ക് എന്ത് പുറത്തെടുക്കാൻ സാധിക്കുന്ന അത്രയും അറിവുള്ള അവസ്ഥയിലേക്ക് ഞാൻ ആവണം. അപ്പൊ എനിക്ക് പറയാം, അപ്പോഴേ പറയാവൂ. ഇപ്പൊ ചെയ്യുന്നതെന്ന് വെച്ചാൽ പണ്ഡിതന്മാരെ ഈ വിഷയത്തിൽ സൂചിപ്പിക്കുന്ന സംസാരങ്ങൾ അത് ക്രോഡീകരിക്കുകയും ആവശ്യത്തെ തെളിവുകൾ എന്ത് ചെയ്യുക ക്രോഡീകരിക്കുകയും അത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ എളുപ്പത്തിൽ പറഞ്ഞു തരാൻ പരിശ്രമിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അല്ലാതെ എന്റെ വകയായിട്ട് ഒന്നും പറയുന്നില്ല, പറയാൻ പാടില്ല. അപ്പൊ ഇങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. കാരണം എന്ത് മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് ഒരു എന്താ പറയാ എത്തിച്ചു തരുന്ന ഒരാൾ മാത്രമേ ഞാൻ, എന്റെ വകയായിട്ടൊന്നുമില്ല. പക്ഷെ നമ്മൾ വലിയ വലിയ വിഷയങ്ങൾ വരുമ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ എന്ന് വെച്ചാൽ സ്വയം ഖുർആനും സുന്നത്തിൽ നിന്നൊക്കെ തെളിവുകൾ എടുക്കാൻ സാധിക്കുന്ന, അതാണ് ഇൽമ കൊണ്ട് വലിയ ആളുകൾ എന്ന് പറയുന്നത് അവരെയാണ്. ചിലർ ചെറിയ പ്രായത്തിൽ തന്നെ ആ അളവിലേക്ക് എത്തി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇങ്ങനെയുള്ള ആളാണ്. പക്ഷെ വളരെ അപൂർവം ഉണ്ടാവുള്ളൂ കേട്ടോ അങ്ങനെയുള്ള ആളുകൾ. ചെറിയ പ്രായത്തിൽ തന്നെ അത്രയും ഇൽമുള്ള അവസ്ഥയിലേക്ക് എത്തുക എന്ന് പറയുന്നത് അപൂർവമാണ്. അതിൽപ്പെട്ട വ്യക്തിയാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തന്നെ ഉമർ റളിയല്ലാഹു അൻഹു ഇദ്ദേഹത്തിന്റെ ഇൽമിന്റെ അളവറിയാം, ആളും അറിയാം. അതുകൊണ്ട് തന്നെ ഉമർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്യാറുണ്ട്, ബദറിൽ പങ്കെടുത്ത വലിയ സഹാബത്തിരിക്കുന്ന മജ്ലിസിൽ എന്നുവെച്ചാൽ ഇദ്ദേഹം ഷൂറ നടത്തുന്ന ഖലീഫയുടെ മജ്ലിസിൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് ഉമർ റളിയല്ലാഹു അൻഹു ആ മജ്ലിസിൽ ഇബ്നു അബ്ബാസിനെയും ഇരുത്താറുണ്ട്. അപ്പൊ ഈ ആളുകൾ പലരും ചോദിക്കും, ഇവന്റെ അതേ പ്രായത്തിൽ ഞങ്ങൾക്ക് മക്കളുണ്ട്, ഇവന്റെ പ്രായത്തിൽ ഞങ്ങൾക്ക് എന്തുണ്ട്, ഞങ്ങൾ പലർക്കും മക്കളുണ്ട്, അങ്ങനെയുള്ള ആളുടെ ഞങ്ങളുടെ കൂടെ എന്തിനാ ഇരുത്തുന്നത് വെച്ചാൽ ഒരിക്കലും അദ്ദേഹത്തിന് ദേഷ്യം കൊണ്ടല്ല ചോദിക്കുന്നത്. അവർ ചോദിക്കുന്ന ഈ വിഷയം ഈ അർത്ഥത്തിലാണ് വെച്ചാൽ പ്രായം കൂടിയവരല്ലേ ഇരുത്തേണ്ടത്, ഇങ്ങനെയുള്ള വിഷയങ്ങൾ വലിയ വിഷയങ്ങൾ ചർച്ച എന്നുള്ള അർത്ഥത്തിൽ ചോദിക്കുന്നത്. അപ്പൊ ഉമർ എന്താ ചെയ്തെന്ന് അറിയുമോ, ഒരു ദിവസം ഈ ഒരു വിഷയത്തൊന്നും മറുപടി ഒന്നും പറഞ്ഞില്ല.
കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ സ്വഹാബികളോട് എല്ലാവരും മജ്ലിസിലിരിക്കുന്ന സ്വഹാബികളൊക്കെ എല്ലാവരോടും എന്ത് ചോദിച്ചു? ഒരു സൂറത്തിന്റെ തഫ്സീർ ചോദിച്ചു. ഏത് സൂറത്താ? ചെറിയൊരു സൂറത്താ, സൂറത്ത് നസ്ർ. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്. ഈ ആയത്തിന്റെ ഈ സൂറത്തിന്റെ അർത്ഥം നമുക്കറിയാം. അള്ളാഹുവിന്റെ സഹായം വന്നെത്തി കഴിഞ്ഞാൽ, വിജയം വന്നെത്തി കഴിഞ്ഞാൽ ധാരാളമായി തസ്ബീഹും ഹംദും വർദ്ധിപ്പിച്ചുകൊള്ളുക. ഇതാണ് നമുക്കൊക്കെ അറിയുന്ന അർത്ഥവും സ്വഹാബത്ത് മനസ്സിലാക്കിയ അർത്ഥമൊക്കെ തന്നെയാണ്. ഇബ്നു അബ്ബാസിനെ ചോദിച്ചപ്പോൾ ഈ ആയത്ത് ഇതിന്റെ അർത്ഥം ഇങ്ങനെ തന്നെയാണ്, പക്ഷെ ഇതിൽ വേറൊരു അർത്ഥം കൂടി അടങ്ങിയിട്ടുണ്ട്. ഇതിലെന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഒരു സൂറത്തിൽ മറ്റൊരു എന്താണ് അർത്ഥം? ഇവരാർക്കും അറിയില്ല അർത്ഥം. അദ്ദേഹം പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് അടുത്തു എന്നറിയിക്കുന്ന അടയാളമാണ് ഈ സൂറത്ത്. ഈ അറിവ് എവിടെ നിന്ന് കിട്ടിയത്? ഇവർക്ക് ആർക്കും ഇല്ല അറിവ്. അത് അദ്ദേഹം അവിടെ ചോദിക്കാൻ കാരണം ഇദ്ദേഹത്തിന്റെ ഇൽമത്രയും ഇവരെ പോലെ തന്നെ വലിയൊരു ഇൽമാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഉണ്ടാവാം, അത് പക്ഷെ അപൂർവം, റയറാണ്. പൊതുവെ നമ്മൾ മൊത്തത്തിൽ പറയുമ്പോൾ പ്രായം അതുപോലെ തന്നെ അറിവും രണ്ടും കൂടിയ ആളുകളോട് എന്ത് ചെയ്യുക? നമ്മൾ എന്തെങ്കിലും വിഷയങ്ങൾ സംശയം വരുമ്പോൾ അവരിലേക്ക് മടക്കുക. ഫസ്അലൂ അഹ്ലൽ ദിക്ർ ഇൻ കുൻതും ലാ തഅലമൂൻ. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അറിവുള്ളവരോട് ചോദിക്കുക. ഇങ്ങനെയുള്ള ആളുകളോട്, ഇങ്ങനെയുള്ള നബി പറഞ്ഞ രൂപത്തിലുള്ള ആളുകളോട് ചോദിക്കുക. അപ്പൊ അവർ ശരിക്കുള്ള നിലപാടുകൾ പറഞ്ഞുതരും. അതാണ് ഈ വിഷയത്തിൽ നമുക്ക് സാധാരണക്കാരൻ നിലയ്ക്ക് നമ്മൾ പഠിച്ച് ആ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നവരെ നമുക്ക് സ്വീകരിക്കാനുള്ള ഈ ഇങ്ങനെയുള്ള ഫിത്തനകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കുറുക്കു വഴി ഇതാണ്. നിങ്ങൾ പഠിക്കണം എന്നല്ല ഞാൻ പറയും. നിങ്ങൾ പഠിക്കണം, പഠിച്ചുകൊണ്ടേയിരിക്കണം. ആ അവസ്ഥയിൽ എത്തുന്നവരെ നമ്മൾ പഠിക്കണം. പക്ഷെ ആ അവസ്ഥ അതിന് പെട്ടെന്ന് കഴിയില്ല. അത് ആ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നവരെ നിങ്ങൾക്ക് എന്ത് വേണം? ഒരു പിടിവുള്ള തൽക്കാലം വേണ്ടേ? അതിനിടയിൽ തെറ്റിപ്പോകാനോ വഴിതെറ്റിപ്പോകാനോ പാടില്ല. അതിനെന്ത് വേണം? ഈ ഒരു പിടിവള്ളി മുറുകെ പിടിക്കണം. അങ്ങനെയുള്ള പണ്ഡിതന്മാരായിട്ട് നമുക്ക് ബന്ധമാണ്. നിങ്ങളുടെ കയ്യിൽ എത്ര പേരിൽ ഏതെങ്കിലും ഒരു പണ്ഡിതൻ നമ്പറുണ്ട്? അറബി അറിയുന്ന ഈ രൂപത്തിലുള്ള അറിവും പ്രായമൊക്കെയുള്ള എത്ര പേര് നമ്പറുണ്ട്? എത്ര പേർക്കുണ്ട് കയ്യിൽ? അറബി തന്നെ അറിയില്ല അല്ലെ? പഠിക്കണം. അത് നമ്മുടെ പോരായ്മയാണ്. നമുക്ക് ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ സാധിക്കുന്ന അത്രയെങ്കിലും അറബി നമ്മൾ പഠിക്കണം. അല്ലാതെ നമുക്ക് ഇങ്ങനെ ഒരു നമ്മുടെ കൂടെയുള്ള ആളുകളെ ദീനിൽ ഉറപ്പിക്കാൻ നമുക്ക് വേറെ എങ്ങനെ സാധിക്കുക? നമുക്ക് സാധിക്കൂല. എപ്പോഴും ആണെന്നല്ല, നമ്മൾ ഇങ്ങനെയുള്ള ചില കുടുങ്ങിയ ഘട്ടങ്ങളിൽ നമ്മൾ ശുഭത്തിൽ പെട്ടുപോകുന്ന ഫിത്തനകളൊക്കെ വരുന്ന സന്ദർഭത്തിൽ നമ്മൾ ഒരു നിലപാടെടുക്കുന്നതിന് മുമ്പ് ഈ വിഷയം ചോദിച്ച് അവർ പറയുന്ന ഉത്തരത്തിനനുസരിച്ച് നിലപാടെടുത്തതിന് നമ്മൾ സേഫായി. അങ്ങനെ ചോദിക്കണമെങ്കിൽ നമുക്ക് അറബി അറിയാം, നമ്മൾ പഠിക്കണം. അതുകൊണ്ടാണ് ശൈഖുൽ ഇസ്ലാം പറയുന്നത് അൽ അറബിയ്യത്തു മിനദ്ദീൻ. അറബി ഭാഷ എന്ന് പറയുന്നത് ദീനിൽപ്പെട്ടാണ്. സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കുന്ന പോലെയോ മറ്റേതെങ്കിലും ഭാഷ പഠിക്കുന്ന പോലെ ഒന്നല്ല. അറബി പഠിച്ചാൽ പ്രതിഫലം കിട്ടും, ദീൻ പഠിക്കുന്ന പോലെ തന്നെ. ആ അറബി ഭാഷ പഠിക്കലാണെങ്കിൽ ഇംഗ്ലീഷ് പഠിക്കുന്ന അത്രയും, ഇംഗ്ലീഷൊക്കെ ലോകത്ത് ഏറ്റവും പ്രയാസമുള്ള ഭാഷയാകപ്പെട്ടൊരു ഭാഷയാണ്. അതൊക്കെ എത്ര പെട്ടെന്ന് ആൾക്കാർ പഠിക്കുന്നു. അത് പഠിക്കുന്നതിന്റെ 10% പോലും പ്രയാസമില്ല അറബി ഭാഷ പഠിക്കാൻ. എന്നാലും ആരോട്ട് തിരിഞ്ഞു നോക്കൂല. അത് നമ്മുടെ ഈമാനിന്റെയും അതുപോലെ തന്നെ എന്താ പറയാ സത്യസന്ധതന്റെ ഒക്കെ അളവിന്റെ കുറവിനെ അറിയിക്കും. പരിശ്രമിക്കണം പരമാവധി, കഴിവിന്റെയും അറിവിന്റെയൊക്കെ പരമാവധി. അങ്ങനെയുള്ള ആളുകളെ നമ്മൾ പിടിച്ചു കൊണ്ടുവന്ന് ഇരുത്തി നിങ്ങളെ പഠിപ്പിച്ചിട്ട് അവർ വിടാൻ പാടുള്ളൂ. എന്നെ നോക്കണം, ഞാൻ പെട്ടെന്ന് പോവും. അങ്ങനെ പൊതുവെ ഇവിടെ നാട്ടിലുള്ള ആളുകൾ നിങ്ങൾക്ക് കൊണ്ടുവരാനും പഠിപ്പിക്കാനൊക്കെ സാധിക്കുന്ന ആളുകൾ നമ്മൾ പഠിപ്പിക്കണം. അതിന്റെ അടിസ്ഥാനങ്ങളെങ്കിലും, ഇപ്പോൾ ഉദാഹരണത്തിന് ആജുറൂമയ അല്ലെങ്കിൽ നഹുൽവാദഹ, ഇങ്ങനെ ഏതെങ്കിലും ഒരു അടിസ്ഥാനം ചെറിയൊരു പുസ്തകം പഠിച്ചാൽ തന്നെ കുറേയൊക്കെ നമുക്ക് എന്ത് ചെയ്യും, അടിസ്ഥാനങ്ങൾ മനസ്സിലാവും. പിന്നെ കുറച്ച് വൊക്കാബുലറി, ചില പദങ്ങൾ ഇന്ന വാക്കുകൾക്ക് ഇന്നാണ് പറയാം. അത് നമ്മൾ കുറച്ച് മുന്നോട്ട്, ആ തുടക്കത്തിൽ പ്രയാസമില്ല, കുറച്ചൊന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഡെയിലി കാണുന്ന വാക്കുകൾ തന്നെയാണ് ആവർത്തിച്ചു വരിക. അള്ളാഹ് പദം ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങൾ വരുന്നുണ്ട്. അതൊരിക്കൽ അതിന്റെ അർത്ഥം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും പഠിക്കേണ്ട ആവശ്യമില്ല, അത് കഴിഞ്ഞു. അങ്ങനെ തന്നെ ഓരോ പദങ്ങളും അങ്ങനെ തന്നെ. നമ്മൾ ഡെയിലി ഒരു കാര്യം പഠിച്ചത് വീണ്ടും അങ്ങനെ കടന്നു വന്ന് നമുക്കത് പരിചയമാവും. നമുക്കറിയാത്ത വാക്കുകൾ കുറഞ്ഞു വരും. അങ്ങനെ ആകണം.
ഇത് ഇൽമിന്റെ ദീനാണ്. നമുക്ക് നമ്മൾ നല്ല വ്യക്തിത്വം അല്ലെങ്കിൽ നല്ല ഉദ്ദേശശുദ്ധി മാത്രം കൊണ്ട് ഈ ദീനിലൊന്നും ചെയ്യാൻ കഴിയില്ല. നമുക്ക് നല്ല താല്പര്യമുണ്ട്, നല്ല ആവേശമുണ്ട്, നല്ല ബുദ്ധിശക്തിയുണ്ട്, ഇതുകൊണ്ടൊന്നും കഴിയില്ല. ദീൻ പഠിക്കണം. അപ്പോ ചുരുക്കത്തിൽ ഞാൻ അവസാനിപ്പിക്കുകയാണ്. വലിയൊരു വിഷയമായതുകൊണ്ട് ചുരുക്കി പറഞ്ഞതേ ഉള്ളൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ചുരുക്കത്തിൽ ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ നമ്മൾ പെട്ടെന്ന് നോക്കിക്കാണുന്നത് പോലെയല്ല കാര്യങ്ങൾ പലതും ഉണ്ടാവുക. നമ്മൾ നേരത്തെ പറഞ്ഞു, മഞ്ഞുമല കടലിൽ മുങ്ങിക്കിടക്കുന്ന പോലെ. നമ്മൾ മുകളിൽ നോക്കുന്ന ഭാഗം എന്ന് പറയുന്നത് 10% ഉള്ളതിന്റെ. അത് കണ്ടിട്ട് നമ്മൾ എന്തോ ചെറിയ കാര്യമാണെന്ന് വിചാരിക്കണ്ട. നമ്മൾ കടലിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്കറിയാം, പല ആളുകളും അവരുടെ കപ്പൽ തകർന്ന് പല ആളുകൾ അപകടത്തിൽപ്പെട്ടത് ഈ തെറ്റിദ്ധാരണ കാരണം. കാരണം പുറമേക്ക് നോക്കുമ്പോൾ ചെറിയൊരു കഷ്ണേ കാണുന്നുള്ളൂ. ഒരു കപ്പൽ മുന്നിൽ വരുമ്പോൾ ചെറിയൊരു കഷ്ണം. ഇത് തട്ടിയാലൊന്നും കപ്പൽ പൊട്ടാൻ പോകണില്ല, ഒന്നും സംഭവിക്കുക എന്ന് വിചാരിച്ചിട്ടാണ് എന്ത് ചെയ്യുക, അവർ വകവയ്ക്കാതെ പോവും. അടിയിൽ 90% താഴെയാണ്, വലിയൊരു ഭാഗം തന്നെ താഴെയാണ്. ഇതറിയാത്ത ആളുകൾ എന്ത് ചെയ്യും, തട്ടും തകരും, പലരും അപകടത്തിൽപ്പെടും. ഇതേപോലെ തന്നെയാണ് ജീവിതത്തിൽ പല വിഷയങ്ങൾ, ദീനിന്റെ പല മസാലകൾ അങ്ങനെ തന്നെ. നമ്മൾ പുറമേക്ക് കാണുന്ന രൂപത്തിലാണെന്ന് വിചാരിച്ച് നമ്മൾ എടുത്തുചാടി എന്തെങ്കിലും പറയാനോ പ്രവർത്തിക്കാനോ നിൽക്കണ്ട. നമ്മൾ ആ ആവേശം നല്ല തന്നെയാണ്, പക്ഷെ ആ ആവേശം എന്ത് ചെയ്യണം, ഇൽമു കൊണ്ട് പിടിച്ചു കെട്ടാൻ സാധിക്കണം. ആവേശം എന്ന് പറയുന്നത് അഴിച്ചുവിട്ട കുതിരയെ പോലെ ആവാൻ പാടില്ല, കടിഞ്ഞാണ് വേണം. അത് അറിവുള്ള ആളുകളുടെ കയ്യിൽ ആ കടിഞ്ഞാണ് കൊടുക്കുകയും വേണം. എന്നിട്ട് അവര് തളിക്കുന്ന രൂപത്തിൽ, അയച്ചുവിടുന്ന രൂപത്തിൽ നമ്മൾ ആവശ്യത്തിൽ കുതിച്ചോ ഒരു പ്രശ്നമില്ല, പക്ഷെ അവരുടെ നിയന്ത്രണത്തിൽ ആ കടിഞ്ഞാണ് കൊടുക്കണം. അല്ല നമ്മൾ നമ്മുടെ ആവേശം കൊണ്ടിട്ട് നമ്മൾ എടുത്തു ചാടിക്കഴിഞ്ഞാൽ ആ അപകടത്തിലേക്ക് എത്തിക്കും. അപ്പോൾ ഇതാണ് ഈ വിഷയത്തിലുള്ള ചുരുക്കം. അപ്പോൾ പണ്ഡിതന്മാരായിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ബന്ധപ്പെടാൻ നമുക്ക് സാധിക്കുന്ന രൂപത്തിലെങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് പണ്ഡിതനാവാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും പണ്ഡിതനാകാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലതാണ്. എല്ലാവരും നെയ്യേറിയ അപ്പം കേടുവരൊന്നുമില്ല. എല്ലാവരും പണ്ഡിതന്മാരായി വന്നിട്ട് സ്വർഗത്ത് സ്ഥലമില്ലാണ്ടാവുന്നില്ല. മനസ്സിലായോ? നാട്ടിൽ ഹൈറ് ഷെറ് കൂടുമൊന്നുമില്ല, അല്ലെങ്കിൽ ഹൈർ അധികരിച്ചിട്ട് പ്രശ്നമാവുമൊന്നുമില്ല. മനസ്സിലായോ? അപ്പോൾ എല്ലാവരും പണ്ഡിതന്മാർ ആകാൻ പറ്റുമെങ്കിൽ നിങ്ങൾ വിചാരിക്കണം നിങ്ങൾക്ക് പറ്റൂ. നിങ്ങളോട് പറ്റില്ല എന്ന് ആരാ പറഞ്ഞ് നിങ്ങൾക്ക് പണ്ഡിതന്മാരാകാൻ പറ്റൂലെന്ന്? നിങ്ങളുടെ ലൗഹുൽ മഹ്ഫൂദ് വായിച്ചു നോക്കിയിട്ടുണ്ടോ? നിങ്ങൾക്ക് പണ്ഡിതനാകാൻ പറ്റൂലെന്ന് അള്ളാഹ് എഴുതി വെച്ച് നിങ്ങൾ വായിച്ചു നോക്കിയിട്ടുണ്ടോ? നിങ്ങളോട് ആരാ പറഞ്ഞ്? നിങ്ങൾ ശൈത്താൻ തോന്നിപ്പിക്കുന്ന, എനിക്ക് ഇത്ര പ്രായമായി, എനിക്ക് അങ്ങനെ പ്രയാസം, വീട്ടിൽ പ്രാരാബ്ദങ്ങളാണ്, ജോലി ഇങ്ങനെ കിട്ടിയിട്ട് ഒഴിവ് കിട്ടിയിട്ട് സമയമില്ല, അതാണ് ഇതാണ് ഇങ്ങനെ പഠിക്കാൻ കഴിയുന്ന ആളല്ല ഞാൻ. ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിക്കുമ്പോഴും അവിടെ പഠിക്കുമ്പോഴൊക്കെ ഇതൊക്കെ ശൈത്താന്റെ വസ്വാസാണ്. നിങ്ങൾ ആത്മാർത്ഥമായി പരിശ്രമിക്കുകയാണെങ്കിൽ, സത്യസന്ധമായ റബ്ബിനോടത് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് റബ്ബ് തന്നിരിക്കും. ഒരു സംശയം വേണ്ട. 100 അല്ല 101%. ഈ കണ്ട ഉലമാക്കളൊക്കെ ഉമ്മാന്റെ വയറ്റിൽ തന്നെ കിതാബ് ഓതി പഠിച്ചിട്ട് വന്നവരാ ആണോ? നിങ്ങൾ അങ്ങനെയാണോ കരുതുന്നത്? ഇബ്നു തൈമിയ്യ ഇത്രയും വലിയ പണ്ഡിതനാണെന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? അത് നിങ്ങളെപ്പോലെ തന്നെ പഠിച്ച് മനുഷ്യനായി ജനിച്ച് ഒന്നും അറിയാത്ത രൂപത്തിൽ വല്ലാഹു അഖ്റജകും മിൻ ബുതൂനികും ഉമ്മഹാതികും ലാ തഅലമൂന ശൈഅ, ഒന്നും അറിയാത്തവരായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോരുത്തരെയും ഒരു ഉമ്മാന്റെ വയറ്റിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്നു. അത് ഇബ്നു ഹജറിനെ അങ്ങനെ തന്നെ, ഇബ്നു തൈമിയ്യ അങ്ങനെ തന്നെ, ഇമാം അഹ്മദിന് എല്ലാവരും അങ്ങനെ തന്നെ. അവർക്കിങ്ങനെ അവരൊന്നും അറിയാത്ത, നമ്മളെപ്പോലെ തന്നെ കരയാനല്ലാതെ ഒന്നും അറിയാത്ത രൂപത്തിൽ അവർ ജനിച്ചിട്ട് അവർക്ക് ഇത്രയും ഇൽമിലേക്ക് എത്താൻ പറ്റുമെങ്കിൽ അതെന്തിനറിയിക്കുന്നുണ്ട്? നമ്മൾക്കും പറ്റും. അല്ലേ? പറ്റൂലേ? പറ്റും, ഒരു സംശയം വേണ്ട. അപ്പൊ ഈ ഇൽമിന്റെ വിഷയത്തിൽ വളരെയധികം ശ്രദ്ധിക്കുക. ഈ ഇൽമിൽ കുറെ വിഷയങ്ങളുണ്ട്. അതിൽ ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ, നിങ്ങൾ ഏറ്റവും ആദ്യം നിങ്ങൾക്ക് നിർബന്ധമായിട്ടുള്ള വിഷയങ്ങൾ പഠിക്കുക, വിശ്വാസ കാര്യങ്ങൾ.
അടിസ്ഥാനങ്ങൾ, അതുപോലെ തന്നെ നിസ്കാരം, വുളൂ, ഓരോരുത്തർക്കും നിർബന്ധമാവുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ നിങ്ങളുടെ ഡെയിലി ലൈഫായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ. നിങ്ങൾ കച്ചവടക്കാരാണെങ്കിൽ എന്ത് കച്ചവടം ചെയ്യാൻ പറ്റും പാടില്ല എന്നറിയാതെ കച്ചവടം ചെയ്യരുത്. ഇതൊക്കെ ചെയ്ത് അവസാനം കുടുങ്ങി പോകുമ്പോൾ ഉസ്താദെ ഇങ്ങനെ ആയിട്ടുണ്ട് എന്താ ചെയ്യുക എന്ന് ചോദിക്കല്ല, ചോദിച്ചിട്ടേ ചെയ്യാവൂ. ഉറപ്പുവരുത്തിയിട്ടേ വിശ്വസിക്കാവൂ. നമ്മളിങ്ങനെ എൻ്റെ വാപ്പ് ഇങ്ങനെയാണ് അള്ളാഹിനെ പറ്റി പറഞ്ഞു തന്നത്, അപ്പൊ ഇതന്നെയായിരിക്കും ശരി എന്ന് പറഞ്ഞിട്ട് അള്ളാഹിനെ പറ്റി എന്തൊക്കെയോ വിശ്വസിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംബന്ധിച്ച് വിശ്വാസം ശരിയല്ല. ഉറപ്പ് വേണം. ഇങ്ങനെയാണ് ഖുർആനിലുള്ളത്, ഇങ്ങനെയാണ് ഹദീസുകൾ പഠിപ്പിച്ചു തന്നിട്ട്. ഉറപ്പുവരുത്തിയിട്ടേ വിശ്വസിക്കാവൂ, ചോദിച്ചിട്ടേ ചെയ്യാവൂ. അങ്ങനെ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്ക്. ഞാൻ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ചെയ്യും. ഒരു കാര്യവും ദീനിലുള്ളതാണ് ഉറപ്പുവരുത്തിയിട്ട് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ വിശ്വസിക്കുള്ളൂ എന്ന് നിങ്ങളൊന്ന് തീരുമാനിച്ചു നോക്ക്. ഞാൻ ഒരു കാര്യം വിധി ചോദിച്ചറിഞ്ഞിട്ട് ഞാൻ ചെയ്യുള്ളൂ എന്ന് തീരുമാനിച്ചു നോക്ക്. ഒരുപാട് അറിവുകൾ നമുക്ക് കിട്ടും. നിങ്ങൾ പെട്ടെന്ന് തന്നെ ഒരുപാട് അറിവുകളായി തരും. അറിവ് പെട്ടെന്ന് കിട്ടാനുള്ള ഷോർട്ട് കട്ടാണത്. അതിനാരോട് ചോദിക്കുക? നമുക്ക് ആരോഗ്യം കണക്ഷൻ വേണ്ടേ? കണക്ഷൻ ഉണ്ടാക്കിയെടുക്കണം. നമുക്ക് ഈ പറയുന്ന പോലെ വലിയ വലിയ അറിവുള്ള പണ്ഡിതന്മാരായിട്ട് ബന്ധപ്പെടാൻ സാധിക്കുന്നില്ലെങ്കിൽ അവരുമായിട്ട് കണക്ഷനുള്ള ആളുകളായിട്ട് ഇങ്ങനെ എന്ത് വേണം? കണക്ഷൻ വേണം. ഹൊറാഫികൾ പറയാറില്ലേ, ഉസ്താദിനെ മുത്താൻ പറ്റാത്തവരെ മുത്തിയാനെ മുത്താന്നൊക്കെ പറയുന്ന പോലെ, അതുപോലെ അത് തമാശയായി പറയുന്ന കേട്ടോ. ഏകദേശം നമ്മൾ എന്ത് ചെയ്യാ, നമ്മൾക്ക് അങ്ങനെയുള്ള പണ്ഡിതന്മാരെ നേരിട്ട് ബന്ധപ്പെടാൻ പറ്റില്ലെങ്കിൽ അവരുമായിട്ട് ബന്ധമുള്ള ആളുകളായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ബന്ധം പുലർത്തതൊക്കെ നമ്മൾ ഏറ്റവും മിനിമം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മുടെ കൂട്ടത്തിൽ ഇത്രയും പേര് ഇരിക്കുന്നുണ്ടായിട്ട് ഈ പേരിൽ ഒരാൾക്ക് പോലും പണ്ഡിതന്മാരുമായിട്ടോ അല്ലെങ്കിൽ പണ്ഡിതന്മാർക്ക് ബന്ധമുള്ള ഒരാളായിട്ടോ ബന്ധമില്ലെങ്കിൽ ഈ ഒരു കൗമിൽ സലഫിയത്ത് നഷ്ടപ്പെട്ടു പോകും. വളരെ ഗൗരവമുള്ള വിഷയം. ഞാൻ നിസ്സാരം ചെറിയ വിഷയം, ഞാൻ തമാശ പറയുന്നുണ്ടെങ്കിലും വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഇതൊക്കെ നമ്മുടെ അടിസ്ഥാന വിഷയം. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? അറബി ഭാഷ പഠിക്കുക. ഈ ഒരു ഫർദ് നമുക്ക് നിർബന്ധമായി ഫർദായിട്ട് ഓരോരുത്തർക്കും നിർബന്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിച്ചത് തറബുൽ ഇൽമി ഫരീളത്തുൻ കുല്ലി മുസ്ലിം എന്ന് പറഞ്ഞാൽ നിർബന്ധമായത് പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ എന്ത് ചെയ്തോ? അറബി ഭാഷയിലേക്ക് തിരിഞ്ഞു. അതിനിടയിൽ ഈ ചോദ്യങ്ങളൊക്കെ വേണ്ടോ? ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ വരുമ്പോൾ ഓരോന്നും ചോദിക്കുക, അറിഞ്ഞിട്ട് മാത്രം ചെയ്യുക. അങ്ങനെ പോയി അറബി ഭാഷ പഠിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ പോയി നോക്ക്. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അറബി ഭാഷയിൽ കുറച്ചൊരു നല്ല എളുപ്പമാകുന്ന സന്ദർഭം വന്നു കഴിഞ്ഞാൽ അറബി ഭാഷ എന്നുള്ളത് ഒരു വാതിലാണ്. അത് തുറന്ന് കിട്ടിയെന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാ വിഷയങ്ങളും എളുപ്പമാവും. ഖുർആൻ എളുപ്പമാവും, ഹദീസ് എളുപ്പമാവും, അഖീദ എളുപ്പമാവും, ഫിഖ് എളുപ്പമാവും, തഫ്സീർ എളുപ്പമാവും, എല്ലാ വിഷയങ്ങളും അറബി ഭാഷ എന്നുള്ളൊരു വാതിലാണ്. അതാണ് ഇമാം ഷാഫി റഹിമഹുല്ലാഹ് പറഞ്ഞത്, മൻ തബഹറ ഫീ ഇൽമിൻ നഹ്വി ഫുതിഹത് ലഹു കുല്ലു ഷൈ. അറബി ഭാഷയിൽ ഒരുത്തൻ ആഴത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യാൻ സാധിക്കും? ബാക്കി എല്ലാ വിഷയങ്ങളും തുറന്നു കൊടുക്കപ്പെടും. എളുപ്പമാണ് അറബി ഭാഷ പഠിച്ചു കഴിഞ്ഞാൽ. അതാണ് ഇമാം ഷാത്തിബി റഹിമഹുല്ലാഹ് പറഞ്ഞത്, ഒരാൾക്ക് അറബി ഭാഷയിൽ എത്ര അറിവുള്ളോ അത്ര അറിവ് അവന് ഖുർആനിലുണ്ടാവും. അറബി ഭാഷയിൽ ഒരുത്തിന് വളരെ ചെറിയ ലോ ലെവലാണെങ്കിൽ അടിസ്ഥാനങ്ങളൊക്കെ അറിയില്ലെങ്കിൽ അവന് ഖുർആനിലും അത്രയേ അറിയുള്ളൂ. നമുക്ക് അത്ര പോരാ. നമ്മൾ ഖുർആന്റെ ആളുകളാണ്, ഖുർആന്റെ ഉമ്മത്താണ്. ഇബ്നു മസ്ഊദ് പറയാറുണ്ട്, ഏതൊരായത്ത് എവിടെ അവതരിച്ചു, എന്ത് വിഷയത്തിൽ അവതരിച്ചു എന്നെനിക്ക് അറിയാത്ത ഒരൊറ്റായത്ത് പോലും ഖുർആനിലില്ല. അങ്ങനെ എനിക്കറിയാത്ത ഏതെങ്കിലും കാര്യം ഖുർആന്റെ വിഷയത്തിൽ അറിയുന്ന ഒരാളുണ്ടെങ്കിൽ കുതിരെത്തുന്ന അല്ലെങ്കിൽ ഒട്ടകെത്തുന്ന സ്ഥലമാണെങ്കിൽ ഏത് കിഴക്കിലാണ് പടിഞ്ഞാറ് ഞാനവിടെ എത്തുന്നവർ, അങ്ങനെ പറയാൻ സാധിക്കണം. ഖുർആനിൽ എനിക്കറിയാത്ത ഒരായത്ത് എന്ന് വെച്ചാൽ ആയത്തിന്റെ വിശദീകരണം അറിയാത്ത ഒരൊറ്റ ആയത്ത് പോലും ഇല്ല, നമുക്ക് പറയാൻ സാധിക്കണം. അതിലേക്കാണ് നമ്മുടെ എന്താണ്, നമുക്കതിലേക്കാണ് എന്ത് ഫഖറുള്ളത്, പെരുമ നടിക്കാൻ അതൊക്കെയുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ അഭിമാനിക്കേണ്ടത്. പെരുമ നടിക്കല്ല, പെരുമ നടിക്കൽ പാടില്ല. അതിലേക്കാണ് നമ്മൾ അഭിമാനിക്കാനുള്ളത്. അപ്പോൾ പഠിക്കുക ഈ വിഷയങ്ങൾ, പണ്ഡിതന്മാരായിട്ട് എപ്പോഴും ബന്ധം പുലർത്തുക, എപ്പോഴും ചോദിച്ചും പഠിച്ചും മാത്രം കാര്യങ്ങൾ ഉറപ്പുവരുത്തിയിട്ട് മാത്രം ദീനിന്റെ വിഷയങ്ങൾ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും കാര്യങ്ങൾ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കാനും കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താനൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല സഹായിക്കുകയും ഇത്തരം മജ്‌ലിസുകളൊക്കെ അതിനെ സബബുകളാക്കി തീർക്കുകയും ചെയ്യുമാറാവട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ നബീന മുഹമ്മദിൻ
വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹു വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.